യോഹന്നാന്റെ സുവിശേഷം യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 48 മുതലുള്ള തിരുവചനങ്ങൾ. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 48 മുതലുള്ള തിരുവചനങ്ങൾ. പ്രിയപ്പെട്ടവരെ, ആദ്യമായിട്ട് വന്നിട്ടുള്ള ഒത്തിരിയേറെ പേരൊക്കെ ഉണ്ട്. അവർക്കൊക്കെ വേണ്ടിയിട്ട് പറയുകയാണ്, നമ്മൾ വചന ശുശ്രൂഷ ആരംഭിക്കുകയാണ്. വചന ശുശ്രൂഷ കഴിയുന്നതുവരെ നിങ്ങൾ ഇരിക്കുന്ന ഇടത്ത് നിന്ന് ഇനി അനങ്ങാൻ പാടുള്ളതല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 48 മുതലുള്ള തിരുവചനങ്ങൾ. ഞാൻ ജീവന്റെ അപ്പമാണ്. നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ വെച്ച് മന്നാ ഭക്ഷിച്ചു, എങ്കിലും അവർ മരിച്ചു. ഇതാകട്ടെ മനുഷ്യൻ ഭക്ഷിക്കുന്നതിന് വേണ്ടി സ്വർഗത്തിൽ നിന്നിറങ്ങിയ അപ്പമാണ്. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല. സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന ജീവനുള്ള അപ്പം ഞാനാണ്. ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ അവൻ എന്നേക്കും ജീവിക്കും. ലോകത്തിന്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എന്റെ ശരീരമാണ്. ഇതേപ്പറ്റി യഹൂദർക്കിടയിൽ തർക്കമുണ്ടായി. തന്റെ ശരീരം നമുക്ക് ഭക്ഷണമായി തരാൻ ഇവന് എങ്ങനെ കഴിയും എന്ന് അവർ ചോദിച്ചു. യേശു പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രന്റെ ശരീരം ഭക്ഷിക്കുകയും അവന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടായിരിക്കുകയില്ല. എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. അവസാന ദിവസം ഞാൻ അവനെ ഉയർപ്പിക്കും. എന്തെന്നാൽ എന്റെ ശരീരം യഥാർത്ഥ ഭക്ഷണമാണ്, എന്റെ രക്തം യഥാർത്ഥ പാനീയവുമാണ്. എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. ജീവിക്കുന്നവനായ പിതാവ് എന്നെ അയച്ചു. ഞാൻ പിതാവ് മൂലം ജീവിക്കുന്നു. അതുപോലെ എന്നെ ഭക്ഷിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കും. ഇത് സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന അപ്പമാണ്. പിതാക്കന്മാർ മന്ന ഭക്ഷിച്ചു, എങ്കിലും മരിച്ചു. അതുപോലെയല്ല ഈ അപ്പം. ഇത് ഭക്ഷിക്കുന്നവൻ എന്നേക്കും ജീവിക്കും. വലതുകരമുയർത്തി വീശിക്കൊണ്ട് പറയാം, ഇത് ഭക്ഷിക്കുന്നവൻ എന്നേക്കും ജീവിക്കും. ഇത് ഭക്ഷിക്കുന്നവൻ എന്നേക്കും ജീവിക്കും. ഇരുകരങ്ങൾ ഉയർത്തി വീശിക്കൊണ്ട്, എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈസ്റ്റർ കഴിഞ്ഞ് പരിശുദ്ധ ത്രിത്വത്തിന്റെ തിരുനാൾ കഴിഞ്ഞ് വരുന്ന വ്യാഴാഴ്ച, അതായത് ഈസ്റ്റർ കഴിഞ്ഞ് 60-ാം ദിവസം തിരുസഭയിൽ ആഘോഷിക്കുന്ന തിരുനാളാണ് ഈശോയുടെ തിരുശരീര രക്തങ്ങളുടെ തിരുനാൾ. നമുക്ക് കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. ഈ തിരുനാൾ സഭയിൽ ആഘോഷിക്കാൻ തുടങ്ങിയിട്ട് 760 വർഷങ്ങളായി. ഈ തിരുനാളിന്റെ 760-ാം വർഷത്തിലാണ് നമ്മൾ ആയിരിക്കുന്നത്. ഈശോയുടെ തിരുശരീര രക്തങ്ങളുടെ തിരുനാൾ. നമ്മൾ ദിവ്യകാരുണ്യ സ്ഥാപന തിരുനാൾ എന്ന് പറഞ്ഞ് ഒരു തിരുനാൾ ആഘോഷിക്കാറുണ്ട്. എന്നാണ് ആ തിരുനാൾ? ദിവ്യകാരുണ്യം സ്ഥാപിച്ച തിരുനാൾ എന്നാണ്? പെസഹ വ്യാഴാഴ്ച. നമുക്ക് കൈയടിച്ച് നന്ദി പറയാം. അപ്പോൾ പെസഹ വ്യാഴാഴ്ച ദിവ്യകാരുണ്യം സ്ഥാപിച്ച തിരുനാൾ ആഘോഷിക്കുന്നതോടൊപ്പം എന്തിനാണ് മറ്റൊരു തിരുനാൾ കൂടെ ദിവ്യകാരുണ്യ തിരുനാളായി ആഘോഷിക്കുന്നത് എന്ന് ചോദിക്കാവുന്നതാണ്.
നമ്മൾ കുർബാനയുടെ തിരുനാൾ എന്ന് പറഞ്ഞാണല്ലോ പെസഹ വ്യാഴാഴ്ച ആഘോഷിക്കുന്നത്, അല്ലേ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, യഥാർത്ഥത്തിൽ അതായത് ഈശോ പെസഹ വ്യാഴാഴ്ച ദിവ്യകാരുണ്യം സ്ഥാപിച്ചുകൊണ്ട് പറഞ്ഞു, ഇതെന്റെ ശരീരമാകുന്നു, നിങ്ങൾ വാങ്ങി ഭക്ഷിക്കുവിൻ, ഇതെന്റെ രക്തമാകുന്നു, നിങ്ങൾ വാങ്ങി കുടിക്കുവിൻ എന്ന് പറഞ്ഞ് ഈശോ ഇത് സ്ഥാപിച്ച ആ തിരുനാളിനോടൊപ്പം ഈസ്റ്റർ കഴിഞ്ഞ് ഈ 60-ാം ദിവസം നമ്മൾ ആഘോഷിക്കുന്നത് The real presence of Jesus Christ in the Holy Eucharist എന്ന് പറയുന്ന തിരുനാളാണ്. കർത്താവിന്റെ മാലാഖ പരിശുദ്ധ മറിയത്തോട് വചിച്ചു, പരിശുദ്ധാത്മാവിനാൽ മറിയം ഗർഭം ധരിച്ചു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിലാവട്ടെ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവിന്റെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധമാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രാർത്ഥിക്കാം. കർത്താവേ, സർവേശ്വര മാലാഖയുടെ സന്ദേശത്താൽ അങ്ങേ പുത്രനായ ഈശോ മിശിഹായുടെ മനുഷ്യാവതാര വാർത്ത അറിഞ്ഞിരിക്കുന്ന ഞങ്ങൾ അവിടുത്തെ പീഡാനുഭവവും കുരിശുമരണവും മുഖേന ഉയർപ്പിന്റെ മഹിമ പ്രാപിക്കുവാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹാ വഴി അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരസ്പരം സ്തുതി ചൊല്ലാം. ഹല്ലേലൂയ. സന്തോഷത്തോട് പറഞ്ഞേ ഹല്ലേലൂയ. അടുത്തിരിക്കുന്നവരെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞേ ഹല്ലേലൂയ. കുറച്ചുകൂടെ നന്നായിട്ട് ചിരിച്ചിട്ട് പറഞ്ഞേ ഹല്ലേലൂയ. ഒരു അച്ഛനെ നോക്കി ഒന്ന് ചിരിച്ചിട്ട് പറഞ്ഞേ ഹല്ലേലൂയ. കുറച്ചുകൂടെ നന്നായിട്ട് പല്ലൊക്കെ കാണിച്ച് ചിരിച്ചിട്ട് പറഞ്ഞേ ഹല്ലേലൂയ. ഈശോയെ നോക്കി ചിരിച്ചിട്ട് പറഞ്ഞേ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു തിരുനാൾ ഈ ദിവസം സഭയിൽ ആഘോഷിക്കാൻ തുടങ്ങിയിട്ട് അച്ഛൻ പറഞ്ഞു. എത്ര വർഷമായി? 760 വർഷങ്ങളായി. 1264 ഏതാണ് വർഷം? 1264 ഈ തിരുനാൾ ആഘോഷിക്കാൻ തുടങ്ങിയത്. അതായത് ദിവ്യകാരുണ്യത്തിൽ ഇതൊരു കേവലം അടയാളമല്ല. അതാണ് അതിന്റെ വ്യത്യാസം. നമ്മൾ കുരിശുരൂപം എന്താണ്? കുരിശുരൂപം ഒരു അടയാളമാണ്. ഓക്കെ, ബന്ധിതനായ ഈശോയുടെ രൂപം ഒരു അടയാളമാണ്. എന്തിന്റെ അടയാളം? ഈശോ നമ്മെ എത്രമാത്രം സ്നേഹിക്കുന്നു എന്നതിന്റെ അടയാളമാണ്. അതിന് ജീവനുണ്ടോ എന്ന് ചോദിച്ചാൽ എന്താണ് ഉത്തരം? ഇല്ല എന്നാണ് അർത്ഥം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ അമ്മയുടെ ഈ തിരുസ്വരൂപം എന്താണ്? ഒരു അടയാളമാണ്, ഒരു ഓർമ്മപ്പെടുത്തലാണ്. വിശുദ്ധരുടെ തിരുസ്വരൂപങ്ങൾ അതൊരു ഓർമ്മപ്പെടുത്തലാണ്, അടയാളമാണ്. പക്ഷേ ദിവ്യകാരുണ്യം കേവലം ഒരു അടയാളമല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അടയാളത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഈ അടയാളം കാണുമ്പോൾ നമുക്കറിയാം, ബന്ധിതനായ ഈശോയുടെ തിരുസ്വരൂപം കണ്ടപ്പോൾ ആവിലായിലെ വിശുദ്ധ അമ്മ ത്രേസ്യ ധ്യാനിച്ചു. ഈശോ തന്റെ മനുഷ്യ ശരീരത്തിൽ എത്രമാത്രം സഹിച്ചു എന്നത്, അവിടുന്ന് നമ്മെ എത്രമാത്രം സ്നേഹിക്കുന്നു എന്നതിന്റെ അടയാളമാണ്. കൈയടിച്ച കർത്താവിന് നന്ദി പറയാം. അതേ ഒരു അടയാളമാണ്. പക്ഷേ ദിവ്യകാരുണ്യം ഒരു അടയാളമല്ല.
അതെന്താണ്? ആ ദിവ്യകാരുണ്യം ഈശോ തന്നെയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതിൽ ഈശോയുടെ തിരുമുഖമുണ്ട്, ഈശോയുടെ തിരുഹൃദയമുണ്ട്, ഈശോയുടെ കൈയും കാലുമുണ്ട്, ചങ്കും കരളുമുണ്ട്, ഈശോയുടെ ജീവനുണ്ട്. അത് ഈശോയുടെ ജീവനാണ്. ഉറക്കെ വിളിക്കാം, ഈശോയേ, ഈശോയേ. ഇങ്ങനെ പ്രഖ്യാപിക്കുന്നതിന് ഈ തിരുനാൾ ഈശോയുടെ റിയൽ പ്രസൻസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന ഒരു തിരുനാൾ സഭയിൽ ആഘോഷിക്കാൻ തുടങ്ങിയതിന് ഒരു പ്രത്യേകമായ ഒരു അത്ഭുതത്തിന്റെ പശ്ചാത്തലമുണ്ട്. പിന്നീട് ഈ തിരുനാൾ വളരെ ശക്തമായി ആഘോഷിക്കാൻ തുടങ്ങിയതിന് സഭാചരിത്രവുമായി ബന്ധപ്പെട്ട് ചില ചരിത്രങ്ങളുണ്ട്. ആദ്യം അച്ഛൻ ഏത് അത്ഭുതത്തോടുകൂടെയാണ് ഒരു വലിയ ഒരു യൂക്കറിസ്റ്റിക് മിറക്കിൾ സഭയിൽ ആദ്യമായി സംഭവിച്ച ഒരു ചരിത്രം അച്ഛൻ നിങ്ങളുമായി പങ്കുവെക്കാൻ പോവാണ്. സംഭവം നടക്കുന്നത് 1263-ലാണ്. അതായത് 761 വർഷങ്ങൾക്ക് മുൻപ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ജർമ്മനിയിലെ ഒരു വൈദികനായിരുന്ന ഒരു പീറ്റർ അച്ഛൻ, റാപ്സൺ പീറ്റർ അച്ഛനല്ല, ഒരു പീറ്റർ അച്ഛൻ, പീറ്റർ ഓഫ് പെറോക്ക് എന്നാണ് അദ്ദേഹത്തെ പറയുന്നത്. ജർമ്മനിയിലെ ഒരു വൈദികൻ. അച്ഛന്റെ പേരെന്താണ്? പീറ്റർ. ഈ അച്ഛൻ ജർമ്മനിയിൽ നിന്ന് ഇറ്റലിയിലേക്ക് ഒരു തീർത്ഥാടനം നടത്തുകയായിരുന്നു. ഈ അച്ഛൻ നല്ല വിശ്വാസമുള്ള അച്ഛനാണ്, നല്ല ഭക്തിയുള്ള അച്ഛനാണ്, നല്ല പ്രാർത്ഥനയുള്ള അച്ഛനാണ്. പക്ഷെ ഈ അച്ഛന്റെ മനസ്സിൽ ഒരു സംശയം ഉണ്ടായിരുന്നു. ഈ ദിവ്യകാരുണ്യം മറ്റുള്ള അടയാളങ്ങൾ പോലെ ഒരു അടയാളം തന്നെയല്ലേ? ദിവ്യകാരുണ്യത്തിൽ യഥാർത്ഥത്തിൽ ഈശോയുടെ ചങ്കും കരളൊക്കെ ഉണ്ടെന്ന് പറയുന്നത്, ഇതിൽ ജീവനുണ്ടെന്ന് പറയുന്നത് അത്രമാത്രം അതൊരു സത്യമാണോ എന്നൊരു സംശയം ഈ അച്ഛന്റെ മനസ്സിലുണ്ടായിരുന്നു. ഹല്ലേലൂയ. അപ്പോൾ ഈ സംശയത്തിന്റെ ഭാരത്തോടുകൂടെയാണ് ഈ നല്ലവനായ വിശുദ്ധനായ ഈ അച്ഛൻ തീർത്ഥാടനം ചെയ്തുകൊണ്ടിരുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ വിശുദ്ധിയിൽ ജീവിക്കുന്നു എന്ന് വിചാരിച്ച് സംശയങ്ങൾ, വിശ്വാസപരമായ സംശയങ്ങൾ ഉണ്ടാകില്ല എന്നർത്ഥമില്ല. കൊച്ചു ത്രേസ്യ പുണ്യവാളത്തി ഇങ്ങനെ വിശുദ്ധിയിലൊക്കെ ജീവിച്ച് അവസാനം നല്ല വിശുദ്ധിയുടെ ഇങ്ങനെ ഉച്ചസ്ഥാനത്ത് നിൽക്കുന്ന സമയത്ത് ഒരു സംശയം. എന്താണെന്നറിയാവോ? സ്വർഗമുണ്ടോ? ഹല്ലേലൂയ. സ്വർഗമുണ്ടോ? ദൈവമുണ്ടോ? ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് എന്തെങ്കിലും നന്മ കൊടുക്കുന്നവനാണോ? ആരുടെ ഉള്ളിലാണ് സംശയം? കൊച്ചു ത്രേസ്യയുടെ ഉള്ളിൽ. നമ്മുടെ ഉള്ളിൽ അങ്ങനെ സംശയമൊന്നും വരാറില്ല, അല്ലേ? കാരണം എന്താണ്? കൊച്ചു ത്രേസ്യയുടെ അത്രയും വിശുദ്ധിയിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല. നമ്മൾ ഈ പരീക്ഷ കൂടുതൽ പഠിക്കുന്തോറുമാണല്ലോ വലിയ വലിയ പരീക്ഷകൾ വരുന്നത്. ഹല്ലേലൂയ. അതുപോലെ തന്നെ മദർ തെരേസയുടെ ജീവിതത്തിലും ഈ ആത്മാവിന്റെ ആ വിശുദ്ധിയുടെ പൂർണ്ണതയിൽ നിൽക്കുമ്പോൾ ചില സമയത്ത് ദൈവം തന്നെ ഉണ്ടോ എന്നൊക്കെയുള്ള സംശയങ്ങൾ. ഇതിനെയാണ് ആത്മാവിന്റെ ഇരുണ്ട രാത്രി എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള സംശയത്തിലൂടെ കടന്നുപോയ ഈ അച്ഛൻ തിരിച്ചു വരാം. അപ്പോ പ്രിയപ്പെട്ടവരെ, നമുക്ക് ചില നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ പ്രാർത്ഥിച്ചിട്ട് കാര്യമുണ്ടോ എന്ന് ചില സമയത്തൊരു സംശയം തോന്നാം. പള്ളിയിൽ പോയിട്ട് കാര്യമുണ്ടോ? ഞാൻ പ്രാർത്ഥിച്ചതൊന്നും നടന്നില്ലല്ലോ, ഇതുകൊണ്ടൊക്കെ വല്ല കാര്യമുണ്ടോ എന്ന് നമുക്ക് തന്നെ, മറ്റുള്ളവർ നമ്മളോട് ചോദിക്കാറുണ്ട്. അതല്ല, നമുക്ക് തന്നെ ഒരു സംശയമൊക്കെ തോന്നുന്ന ചില സമയങ്ങളുണ്ടാകും. അപ്പൊ അതിനെക്കുറിച്ച് ജാഗ്രതയുള്ളവരാകണം. നമ്മൾക്ക് അപ്രകാരം മനസ്സിൽ വിഷമവും ഭാരവും ഒക്കെ വരുമ്പോ നമ്മൾ മനസ്സിൽ ഒരു കാര്യം മനസ്സിലാക്കണം. ഈശോയ്ക്ക് തന്നെ ഇതുപോലെ ഒരു ഭാരം ഉണ്ടായി. എന്തായിരുന്നു ആ ഭാരം? പിതാവേ, എന്തുകൊണ്ട് അങ്ങനെ ഉപേക്ഷിച്ചു എന്ന് പറയുന്ന ഒരു വിശ്വാസ പ്രതിസന്ധി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്രകാരം അച്ഛനെ കേട്ടുകൊണ്ടിരിക്കുന്ന കുഞ്ഞുമക്കളുണ്ട്, മുതിർന്നവരുണ്ട്, എല്ലാവരും ഇത് മനസ്സിലാക്കണം. എന്താണ്? ചില സമയങ്ങളിൽ നമ്മുടെ വിശ്വാസം പരീക്ഷിക്കപ്പെടും. അങ്ങനെ ഈ വൈദികൻ ഈ പരീക്ഷിക്കപ്പെട്ട വിശ്വാസത്തിന്റെ ഭാരവുമായിട്ട് റോമിലേക്ക് പോകുന്ന വഴിക്ക്
വിശുദ്ധ ക്രിസ്റ്റീന എന്ന് പറയുന്ന ഒരു ആദ്യ നൂറ്റാണ്ടിലെ, ആദിമ നൂറ്റാണ്ടുകളിലെ ഒരു 4-ാം നൂറ്റാണ്ടിലെ ഒരു വിശുദ്ധയാണ് വിശുദ്ധ ക്രിസ്റ്റീന. ഈ വിശുദ്ധ ക്രിസ്റ്റീന ഒരു രക്തസാക്ഷിയാണ്. ഈശോയ്ക്ക് വേണ്ടി കൊല്ലപ്പെട്ട ബോൾസേനായിൽ വിശുദ്ധ ക്രിസ്റ്റീനായുടെ കുഴിമാടമുണ്ട്. വളരെ പ്രശസ്തമാണ്. ആ കുഴിമാടത്തിന്റെ അടുത്ത് ചെന്ന് ഒരു കുർബാന അർപ്പിക്കണമെന്ന് ഈ അച്ഛന് തോന്നി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പൊ നമുക്കും ആഗ്രഹം തോന്നും. ഇപ്പോ കൂനമ്മാവിൽ വിശുദ്ധ ചാവറ അച്ഛന്റെ കുഴിമാടമുണ്ട്. പുത്തൻചിറയിൽ വിശുദ്ധ മറിയം തെരേസ്യയുടെ കുഴിമാടമുണ്ട്. ഭരണങ്ങാനത്ത് വിശുദ്ധ അൽഫോൻസാമ്മയുടെ കുഴിമാടമുണ്ട്. ഒല്ലൂരിൽ വിശുദ്ധ എവുപ്രസാമ്മയുടെ കുഴിമാടമുണ്ട്. അങ്ങനെ ഈ കുഴിമാടങ്ങളുള്ള സ്ഥലങ്ങളിൽ ചെന്ന് ഒരു കുർബാനയൊക്കെ അർപ്പിക്കാനായിട്ട് നമുക്ക് അവിടെ ചെല്ലുമ്പോൾ നമുക്കൊരു ആഗ്രഹം തോന്നും. വിശുദ്ധിയുടെ പരിമളമുള്ള സ്ഥലങ്ങളാണ്. ഹല്ലേലൂയ. അല്ലെങ്കിൽ കൽക്കട്ടയിൽ വിശുദ്ധ മദർ തെരേസയുടെ കുഴിമാടമുണ്ട്. അപ്പൊ ഗോവയിൽ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിന്റെ തിരുശരീരം അങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പൊ ഈ കുഴിമാടമുള്ള ഈ സ്ഥലത്ത് ഈ അച്ഛന് ഒരു കുർബാന ചൊല്ലണമെന്ന് തോന്നിയിട്ട് കുർബാന ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ, ഇതാണ് പ്രിയപ്പെട്ടവരെ 1263 സംഭവിച്ച അത്ഭുതം. ഈ കുഴിമാടത്തിന്റെ അടുത്ത് നിന്ന് ഈ കൂദാശ വചനങ്ങള് തിരുവോസ്തി എടുത്ത് ഉയർത്തി ഈ അച്ഛനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഇത് എന്റെ ശരീരമാകുന്നു, നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കപ്പെടാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നത് നിങ്ങൾ വാങ്ങി ഭക്ഷിക്കുവിൻ എന്ന് പറഞ്ഞ് ആ കൂദാശ വചനങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ തിരുശരീരത്തിൽ നിന്ന് രക്തം, ഈശോയുടെ രക്തം ഇങ്ങനെ വാർന്നൊഴുകി അച്ഛൻ്റെ കയ്യിലൂടെ ഇങ്ങനെ ഒഴുകി അവിടെ ഇങ്ങനെ വിരിച്ചിരിക്കുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ട്. ദിവ്യബലി അർപ്പിക്കുമ്പോൾ ഒരു വെള്ള വസ്ത്രം, ഈ അൾത്താരയുടെ വെള്ള വസ്ത്രത്തിന്റെ മുകളിലായി ഒരു വസ്ത്രം കൂടി, കോർപ്പറാൽ എന്ന് പറയുന്ന ഒരു വെള്ള വസ്ത്രം കൂടി വിരിച്ചിട്ടുണ്ടാവും. ആ വസ്ത്രത്തിലേക്ക് ഈ രക്തം ഇങ്ങനെ ഇറ്റിറ്റ് വീഴാനായിട്ട് തുടങ്ങി. അച്ഛൻ കുർബാന തുടരാനായിട്ട് ആഗ്രഹിച്ചെങ്കിലും അത് തുടരാനായിട്ട് സാധിച്ചില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോ ബോൾസേന എന്ന് പറയുന്ന ഈ നഗരത്തിന്റെ തൊട്ടടുത്ത നഗരമാണ് ഒർവെയ്റ്റോ എന്ന് പറയുന്ന ഇറ്റലിയിലെ തന്നെ മറ്റൊരു നഗരം. അന്നത്തെ പോപ്പായിരുന്ന പരിശുദ്ധ പിതാവ് ഉർബൻ 4 മാർപ്പാപ്പയെ കണ്ട് ഈ അച്ഛൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു. കുർബാന പൂർത്തീകരിക്കാൻ പറ്റാത്തതിന്റെ ആ ഒരു കാര്യത്തിന്റെ അബ്സല്യൂഷനൊക്കെ പിതാവ് കൊടുത്തിട്ട് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചതിന് ശേഷം ഈ തിരുവോസ്തിയിൽ നിന്ന് രക്തമൊഴുകിയ ആ തിരുവോസ്തി ആഘോഷമായിട്ട് ആ പള്ളിയിൽ നിന്ന് ഒർവെയ്റ്റോ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് കൊണ്ടുവരാനായിട്ട് ആവശ്യപ്പെട്ടു. അന്ന് ആർച്ച് ബിഷപ്പ്മാരും കർദിനാൾമാരും മെത്രാന്മാരും അച്ഛന്മാരും ഒക്കെ ആയിട്ട് ഈ തിരുവോസ്തി, രക്തമൊഴുകിയ ഈ തിരുവോസ്തി, അതുപോലെ രക്തം വീണ് കുതിർന്ന ആ ലിനൻ ക്ലോത്ത്, അതൊക്കെയായിട്ട് ഒരു പ്രദക്ഷിണമായിട്ട് പോയി. പ്രിയപ്പെട്ടവരെ, അവിടെ ചെന്ന് പാപ്പാക്ക് എല്ലാ കാര്യങ്ങളും ബോധ്യപ്പെടുത്തിയതിന് ശേഷം അതവിടെ സ്ഥാപിച്ചു. ഈ വെള്ള വസ്ത്രം ഇപ്പോഴും അവിടെ ആ കത്തീഡ്രലിൽ സ്ഥാപിച്ചിട്ടുണ്ട്. നിങ്ങൾ എപ്പോഴെങ്കിലും പോകുമ്പോൾ കാണാൻ പറ്റുമെന്നാണ് അച്ഛൻ മനസ്സിലാക്കിയത്. ഹല്ലേലൂയ. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. ഉറക്കെ വിളിക്കാം, ഈശോയേ, ഈശോയേ. അപ്പോൾ ഈ പ്രത്യേകമായ ദിവ്യകാരുണ്യ അത്ഭുതം ദൈവം നൽകുന്ന ഒരടയാളമായിട്ട് പാപ്പ സ്വീകരിക്കുകയും വിശുദ്ധ തോമാസ് അക്വീനാസിന്റെ നിർദ്ദേശപ്രകാരം ഒരു ആഘോഷ ദിനം തന്നെ ഈശോയുടെ തിരുശരീര രക്തങ്ങളുടെ ആഘോഷ ദിനമായി കോർപ്പൂസ് ക്രിസ്തി എന്ന് പറയുന്ന ഒരു തിരുനാൾ, അത് ഈസ്റ്റർ കഴിഞ്ഞു വരുന്ന 60-ാം ദിവസം അല്ലെങ്കിൽ പരിശുദ്ധ ത്രിത്വത്തിന്റെ തിരുനാൾ കഴിഞ്ഞു വരുന്ന വ്യാഴാഴ്ച ആഘോഷിക്കാൻ പ്രഖ്യാപനമുണ്ടാവുകയും ചെയ്തു. ഉറക്കെ വിളിക്കാം, ഈശോയേ, ഈശോയേ, ഈശോയേ. അച്ഛൻ ആദ്യമേ പറഞ്ഞു, എന്തിനു വേണ്ടിയാണ് ഈ തിരുനാൾ ആഘോഷിക്കുന്നത്? ഈശോയുടെ യഥാർത്ഥത്തിലുള്ള സാന്നിധ്യം.
വെറുതെ അടയാളമായൊരു സാന്നിധ്യമല്ല, ഈശോയുടെ തിരുമുഖം യഥാർത്ഥത്തിൽ ഉൾക്കൊള്ളുന്ന ഒരു സാന്നിധ്യം, ഈശോയുടെ ശബ്ദമുള്ള സാന്നിധ്യം, ഈശോ നമ്മെ കാണുന്ന സാന്നിധ്യം, ഈശോയുടെ തിരുഹൃദയം ഇരുന്ന് തുടിക്കുന്നത് വിശ്വാസത്തിന്റെ കണ്ണുകൊണ്ട് നാം കണ്ടുകൊണ്ടിരിക്കുന്ന ആ ദിവ്യകാരുണ്യത്തിന്റെ റിയൽ പ്രസൻസ് ആഘോഷിക്കാൻ ഉറക്കെ വിളിക്കാം, ഈശോയേ ഈശോയേ. പ്രിയപ്പെട്ടവരെ, സഭയിൽ വലിയൊരു വിഭജനമുണ്ടായി. രണ്ടാമതായിട്ട് പറയുന്നത് ഈ തിരുനാൾ വീണ്ടും എപ്രകാരമാണ് പ്രസക്തമായത് എന്നാണ്. സഭയിൽ പ്രൊട്ടസ്റ്റന്റ് വിഭജനമുണ്ടായ കാലത്ത് പ്രൊട്ടസ്റ്റന്റ് വിഭജനത്തിന് നേതൃത്വം കൊടുത്ത ആളുകൾ പറഞ്ഞു, ദിവ്യകാരുണ്യം എന്ന് പറയുന്നത് മറ്റുള്ള അടയാളങ്ങൾ പോലെ തന്നെ ഒരു അടയാളമാണ്. ഈശോയുടെ യഥാർത്ഥത്തിലുള്ള സാന്നിധ്യം അതിലില്ല എന്ന് പറയുകയും അവർ അങ്ങനെ വിശ്വസിക്കുകയും അവർ ദിവ്യബലിയെ തള്ളിപ്പറയുകയും ദിവ്യകാരുണ്യത്തെ തള്ളിപ്പറയുകയും അതിലുള്ള യഥാർത്ഥ സാന്നിധ്യത്തെ തള്ളിപ്പറയുകയും ചെയ്ത ഒരു കാലഘട്ടം സഭയിലുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവര് പറഞ്ഞു, ഇതൊരു അപ്പം മാത്രമാണ്, ഇതൊരു അടയാളം മാത്രമാണ്, ഇത് നമുക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള ഒരുമിച്ചൊരു കൂട്ടായ്മയുടെ ആഘോഷം മാത്രമാണ്, അല്ലാതെ ഈശോയെ ഇങ്ങനെ സക്രാരിയിൽ സൂക്ഷിക്കേണ്ട കാര്യമില്ല, ഈ അപ്പത്തെ നോക്കി ആരാധിക്കേണ്ട കാര്യമില്ല എന്ന് പറയുന്ന ഒരു അബദ്ധ പഠനം പിന്നീട് സഭയിൽ ഉണ്ടായി. അതിനൊക്കെ ഉണ്ടാകുന്നതിന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഈശോ വെളിപ്പെടുത്തിയതാണ്, ഇത് ഞാൻ തന്നെയാണ് എന്ന്. ഉറക്കെ വിളിക്കാം, ഈശോയേ ഈശോയേ. അപ്പോൾ നമ്മൾ ദിവ്യകാരുണ്യത്തിൽ ഈശോയെ ആരാധിക്കുമ്പോൾ ഈശോ എന്ന് പറയുന്ന വ്യക്തിയെ തന്നെയാണ്. ഈശോ പറഞ്ഞു, ലോകാവസാനം വരെ ഞാൻ നിങ്ങളോട് കൂടെ, എവിടെ? സ്വർഗത്തിൽ മാത്രമല്ല, ലോകാവസാനം വരെ ഈ ഭൂമിയിൽ ഞാൻ നിങ്ങളോട് കൂടെ ഒരു സാന്നിധ്യമായി നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കുമെന്ന് ഈശോ മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 20-ാമത്തെ തിരുവചനത്തിൽ ഈശോ വാഗ്ദാനം ചെയ്തതിന്റെ, നിങ്ങളോട് കൂടെ കയ്യും കാലും കണ്ണും കാതും ചങ്കും കരളുമുള്ളവനായി, തുടിക്കുന്ന പിടയ്ക്കുന്ന ഹൃദയമുള്ളവനായി ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കുമെന്ന് അരുളി ചെയ്ത വാഗ്ദാനത്തിന്റെ പൂർണ്ണതയാണ് പ്രിയപ്പെട്ടവരെ ദിവ്യകാരുണ്യം എന്ന് പറയുന്നത്. ഉറക്കെ വിളിക്കാം, ഈശോയേ ഈശോയേ. അപ്പോൾ ഈശോ ഒരു കടല് പോലെയാണ്. ഈശോ പറഞ്ഞു, യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 51-ാമത്തെ തിരുവചനം, ഈ അപ്പം ഞാനാകുന്നു എന്ന് പറഞ്ഞു. ശ്രദ്ധിച്ചു കേൾക്കണം. ഈ അപ്പം ഞാനാകുന്നു എന്ന് പറഞ്ഞപ്പോൾ ഈശോ അർത്ഥമാക്കിയത് ദിവ്യകാരുണ്യത്തിൽ ഈശോയുടെ അസ്തിത്വത്തിന്റെ പൂർണ്ണതയാണ്. എന്താണ് പ്രിയപ്പെട്ടവരെ അസ്തിത്വത്തിന്റെ പൂർണ്ണത എന്ന് പറയുന്നത്? ഒരു മനുഷ്യന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മനുഷ്യന്റെ ജീവിതത്തെ കുറിച്ച് എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ എന്തെഴുതും? ഒരു മനുഷ്യന്റെ ജീവിതം, ആ മനുഷ്യൻ അമ്മയുടെ ഉദരത്തിൽ ഉരുവായപ്പോൾ മുതൽ, അല്ലേ, മരിച്ചടക്കം ചെയ്യപ്പെട്ടതുവരെ ആ മനുഷ്യന്റെ ജീവിതമാണ്. ആണോ? ഒരു മനുഷ്യന്റെ ചരിത്രം എന്ന് പറയുന്നത് അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്ന സമയം മുതൽ. അതിനു മുമ്പ് അവന് ചരിത്രമുണ്ടോ? അതിനു മുമ്പ് അവന് ചരിത്രമില്ല. മരിച്ചടക്കം ചെയ്യപ്പെട്ടതിന് ശേഷം അവന് പിന്നെ കഥയുണ്ടോ? ഇല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉറക്കെ വിളിക്കാം, ഈശോയേ. പക്ഷെ ഈശോയുടെ അസ്തിത്വം എന്ന് പറയുന്നത് ഒരമ്മയുടെ ഉദരത്തിൽ നിന്ന് ആരംഭിക്കുന്ന അസ്തിത്വമല്ല. ഈശോയുടെ അസ്തിത്വം എന്ന് പറയുന്നത് സ്വർഗത്തിൽ ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, അവൻ ദൈവമായിരുന്നു എന്ന് പറയുന്ന ഈ ആദിയിൽ ഉണ്ടായിരുന്ന ആദ്യ മുഹൂർത്തം മുതൽ ഈശോയുടെ അസ്തിത്വം തുടങ്ങുകയാണ്. പൗലോസ് പറഞ്ഞു, അവൻ ദൈവത്തിന്റെ രൂപത്തിലായിരുന്നെങ്കിലും, അതായത് അവൻ ദൈവത്തിന്റെ രൂപത്തിലായിരുന്നു, ആയിരുന്ന അവസ്ഥ മുതൽ പരിശുദ്ധ അമ്മയുടെ ഉദരത്തിലായിരുന്ന അവസ്ഥയും കാലിത്തൊഴുത്തിൽ പിറന്നു വീണ അവസ്ഥയും
ഈ ദിവ്യകാരുണ്യത്തിലുണ്ട്. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ആദിയിൽ വചനമായിരുന്നവനെ കാണണമെങ്കിൽ നമ്മൾ എവിടെ നോക്കിയാ മതി? ദിവ്യകാരുണ്യത്തിൽ നോക്കിയാ മതി. അമ്മയുടെ ഉദരത്തിൽ ഉരുവായ, അമ്മയുടെ ഉദരത്തിൽ 9 മാസവും 10 ദിവസവും ചിലവഴിച്ചവന്, 40 ആഴ്ചകൾ ചിലവഴിച്ചവന്, 280 ദിവസം ചിലവഴിച്ചവനെ കാണണമെങ്കിൽ നമ്മൾ എവിടെ നോക്കിയാ മതി? ദിവ്യകാരുണ്യത്തിൽ നോക്കിയാ മതി. ആ കാലിത്തൊഴുത്തിൽ കന്യകയിൽ നിന്ന് പിറന്നു വീണ ആ ചോര കുഞ്ഞിനെ കാണണമെങ്കിൽ എവിടെ നോക്കിയാ മതി? ദിവ്യകാരുണ്യത്തിൽ നോക്കിയാ മതി. ഒരമ്മയുടെ മാറോട് ചേർന്ന് കിടന്ന് ഈജിപ്തിലേക്ക് പലായനം ചെയ്യപ്പെടേണ്ടി വന്ന ആ കുഞ്ഞിനെ കാണണമെങ്കിൽ എവിടെ നോക്കിയാ മതി? 7 വയസ്സുവരെ ഈജിപ്തിൽ ഒരു പ്രവാസിയുടെ അപ്പന്റെയും അമ്മയുടെയും മകനായി വളർന്ന ആ ബാലനെ, കുഞ്ഞിനെ കാണണമെങ്കിൽ എവിടെ നോക്കിയാ മതി? മാതാപിതാക്കളുടെയും മനുഷ്യരുടെയും ദൈവത്തിന്റെയും പ്രീതിയിലും ജ്ഞാനത്തിലും പ്രായത്തിലും വളർന്നു വന്ന യുവാവിനെ കാണണമെങ്കിൽ എവിടെ നോക്കിയാ മതി? അവർക്ക് വിളിക്കാം, ഈശോയേ. ജോർദാൻ നദിയിൽ വെച്ച് സ്നാപകനിൽ നിന്ന് സ്നാനം സ്വീകരിച്ച സമയത്ത് സ്വർഗം തുറക്കപ്പെടുകയും പരിശുദ്ധാത്മാവ് വന്ന് ഇറങ്ങി അവന്റെ മേലിരിക്കുകയും ചെയ്തവനെ കാണണമെങ്കിൽ എവിടെ നോക്കിയാ മതി? മരുഭൂമിയിൽ 40 ദിവസം ഉപവസിച്ച് 40 രാവും പകലും ഉപവസിച്ച് പ്രാർത്ഥിച്ചവനെ കാണണമെങ്കിൽ, പിശാചിന്റെ പ്രലോഭനങ്ങളെ വചനത്തിന്റെ വാളുകൊണ്ട് എതിരിട്ട് വിജയം വരിച്ചവനെ കാണണമെങ്കിൽ എവിടെ നോക്കിയാ മതി? ഗലീലയിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് തന്റെ പരസ്യ ജീവിതം ആരംഭിച്ചവനെ കാണണമെങ്കിൽ എവിടെ നോക്കിയാ മതി? അന്ധർക്ക് കാഴ്ചയും ചെകിടർക്ക് കേൾവിയും കുഷ്ഠരോഗികൾക്ക് സൗഖ്യവും തളർവാദ രോഗിക്ക് ശക്തിയും പിശാച് ബാധിതർക്ക് വിടുതലും മരിച്ചവർക്ക് ഉദ്ധാനവും പ്രദാനം ചെയ്തവനെ കാണണമെങ്കിൽ എവിടെ നോക്കിയാ മതി? അവർക്ക് വിളിച്ചേ, ഈശോയേ, ഈശോയേ. ദൈവരാജ്യ രഹസ്യങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് നന്മ ചെയ്തുകൊണ്ട് സുവിശേഷം പ്രഘോഷിച്ച് ചുറ്റി സഞ്ചരിച്ചവനെ കാണണമെങ്കിൽ എവിടെ നോക്കിയാ മതി? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കാറ്റിനെയും കടലിനെയും ശാന്തമാക്കുകയും 5 അപ്പം 5000 പേർക്ക് വേണ്ടി വിഭജിച്ച് നൽകുകയും ചെയ്തവനെ കാണണമെങ്കിൽ, ശിഷ്യരുടെ പാദങ്ങൾ കഴുകിയവനെ കാണണമെങ്കിൽ, ഗെത്സെമനിയിൽ രക്തം വിയർത്ത് പ്രാർത്ഥിച്ചവനെ കാണണമെങ്കിൽ എവിടെ നോക്കിയാ മതി? പിലാത്തോസിന്റെയും അന്നാസിന്റെയും കയ്യഫാസിന്റെയും ഹെറോദസിന്റെയും അരമനകളിൽ വിചാരണ ചെയ്യപ്പെടുകയും അന്യായമായി പീഡിപ്പിക്കപ്പെടുകയും ചമ്മട്ടികളാൽ അടിക്കപ്പെടുകയും മനുഷ്യനെന്ന് തോന്നാത്ത വിധം വികൃതനാക്കപ്പെടുകയും ചെയ്തവനെ, മുൾമുടി അണിഞ്ഞവനെ, നഗ്നനാക്കപ്പെട്ടവനെ, നിന്ദിക്കപ്പെട്ടവനെ കാണണമെങ്കിൽ എവിടെ നോക്കിയാ മതി? കുരിശ് വഹിച്ചവനെ, കുരിശിൽ തൂങ്ങി മരിച്ചവനെ കാണണമെങ്കിൽ എവിടെ നോക്കിയാ മതി? പരിശുദ്ധ അമ്മയുടെ മടിത്തട്ടിലേക്ക് ഒരു വലിയ വസ്തുവായി ഊർന്നിറങ്ങിയവനെ, കുഴിമാടത്തിൽ 3 നാൾ വിശ്രമിച്ചവനെ, 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റതിന് ശേഷവും 40 നാൾ ശിഷ്യരുടെ കൂടെ നടന്ന് ദൈവരാജ്യത്തിന്റെ അടയാളങ്ങൾ കാണിച്ച് അവരെ പഠിപ്പിച്ചവനെ കാണണമെങ്കിൽ എവിടെ നോക്കിയാ മതി? ഹല്ലേലൂയ. അവന്റെ അടയാളമല്ല, അവൻ തന്നെ അവിടെയുണ്ട്. സ്വർഗാരോഹണം ചെയ്തവനെ കാണണമെങ്കിൽ എവിടെ നോക്കിയാ മതി? പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നവനെ കാണണമെങ്കിൽ എവിടെ നോക്കിയാ മതി? വീണ്ടും വരാനിരിക്കുന്നവനെ കാണണമെങ്കിൽ എവിടെ നോക്കിയാ മതി? അന്ത്യവിധിയിൽ മഹത്വത്തോടെ പ്രത്യക്ഷപ്പെടാനിരിക്കുന്നവനെ കാണണമെങ്കിൽ എവിടെ നോക്കിയാ മതി? ഉറക്കെ വിളിച്ചേ, ഈശോയേ, ഈശോയേ, ഈശോയേ. പ്രിയപ്പെട്ടവരെ, ഇതാണ് അസ്തിത്വത്തിന്റെ പൂർണ്ണത എന്ന് പറയുന്നത്. അവന്റെ ആരംഭം മുതൽ അവസാനം വരെയുള്ളതെല്ലാം ചേർത്ത് വെച്ച് ഒരപ്പമായി, റിയൽ പ്രസൻസ് ആയി, ഈശോയായി, തുടിക്കുന്ന ഹൃദയമുള്ളവനായി, കുത്തിപ്പിളർക്കപ്പെട്ട ഹൃദയമുള്ളവനായി അവൻ ഇവിടെ ഉണ്ടെന്ന് ഉറക്കെ വിളിക്കാം, ഈശോയേ. അപ്പോൾ അവനെ ആരാധിക്കണമെങ്കിൽ ദിവ്യകാരുണ്യത്തെ ആരാധിച്ചാൽ മതി. ഇവിടെ നോക്കിയാൽ മതി, വേറൊരിടത്ത് നോക്കണമെന്നില്ല. ഹല്ലേലൂയ,
ഹല്ലേലൂയ. അതുകൊണ്ടാണ് നിയമാവർത്തന പുസ്തകം 4-ാം അധ്യായം 7-ാമത്തെ തിരുവചനം, നിങ്ങൾ വിളിച്ചപേക്ഷിക്കുമ്പോഴെല്ലാം നിങ്ങൾക്ക് ഇത്രമാത്രം സമീപസ്ഥനായിരിക്കുന്ന എന്നെ പോലെ വേറെ ആരാണ് നിങ്ങൾക്കുള്ളതെന്ന് ചോദ്യം. നിയമാവർത്തനം 4:7. നിങ്ങൾ വിളിച്ചപേക്ഷിക്കുമ്പോഴെല്ലാം നിങ്ങൾക്ക് ഇത്രമാത്രം സമീപസ്ഥനായി. ഉയർത്തെഴുന്നേറ്റവൻ പറഞ്ഞു, വന്ന് കാണ്, എന്റെ കയ്യിലെ തിരുമുറിവ് കാണ്, എന്റെ പാർശ്വത്തിലെ മുറിവ് കാണ്, നിന്റെ കരം കൊണ്ടുവന്ന് എന്റെ പാർശ്വത്തിലിടെന്ന് പറഞ്ഞവൻ എവിടെയുണ്ട്? ദിവ്യകാരുണ്യത്തിലുണ്ട്. ഇന്നും അവൻ അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നിന്റെ കൈ കൊണ്ടുവന്ന് എന്റെ പാർശ്വത്തിലിട്ട് ഇത് ഞാനാണെന്ന് നീ മനസ്സിലാക്കുന്ന ഈശോയേ, ഈശോയേ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, ഇത് ഭക്ഷിക്കുന്നവൻ, യോഹന്നാന്റെ സുവിശേഷം 6:50, ഇത് ഭക്ഷിക്കുന്നവൻ, ഞാൻ എന്ന് പറയുന്ന ഈ ജീവനെ ഭക്ഷിക്കുന്നവൻ മരിക്കുകയില്ല എന്ന് പറഞ്ഞു. ഏത് മരണമാണെന്ന് നമുക്കറിയാം. പാപത്തിന്റെ മരണത്തിലേക്ക് അവൻ വീഴുകയില്ല. ഈശോ പറഞ്ഞു, യോഹന്നാൻ 6:54, രണ്ടാമത്തെ ദിവ്യകാരുണ്യ വാഗ്ദാനമാണ്, യുക്കരിസ്റ്റിക് പ്രോമിസ്. 1, മരിക്കുകയില്ല, അമർത്യനായിട്ട് മാറും. 2, നിത്യതയോളം മരിക്കുകയില്ല എന്ന് പറയുന്നതിന്റെ കുറച്ചുകൂടെ വലിയൊരു എക്സ്റ്റൻഷനാണ് നിത്യജീവൻ ഉണ്ടാകുമെന്ന് പറയുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിന്റെ തന്നെ കുറച്ചുകൂടെ വലിയ ഒരു യാഥാർത്ഥ്യമാണ്, അവൻ എന്നിലും ഞാൻ അവനിലുമായിരിക്കും, അവൾ എന്നിലും ഞാൻ അവളിലുമായിരിക്കും എന്ന് പറയുന്നത്. ഉറക്കെ വിളിക്കാം, ഈശോയേ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ദിവ്യകാരുണ്യം സ്വീകരിച്ച നമ്മളിൽ ആരുണ്ട്? ഈശോയുണ്ട്. നമ്മളെവിടെയുണ്ട്? ഈശോയിലുണ്ട്. കൈയടിച്ച കർത്താവിന് നന്ദി പറയാം. അപ്പൊ നമ്മളിപ്പോ എവിടെയാണുള്ളത്? ആവിലായിലാണോ? നമ്മളിപ്പോ എവിടെയാ ഉള്ളത്? എന്ത് പലരും പറയുന്നില്ലല്ലോ? നമ്മളിപ്പോ എവിടെയാ ഉള്ളത്? ഈശോ എവിടെയാണുള്ളത്? ചക്രാരി, ശരി, സമ്മതിച്ചു. ഈശോ നമ്മളിലും നമ്മൾ ഈശോയിലുമാണ്. പറഞ്ഞേ, കരമേർത്ത് വീശിക്കൊണ്ട് പറഞ്ഞേ, ഈശോ. ഓരോരുത്തർ വ്യക്തിപരമായിട്ട് പറഞ്ഞു, ഈശോ എന്നിലും ഞാൻ ഈശോയിലുമാണ്, ഈശോ എന്നിലും ഞാൻ ഈശോയിലുമാണ്, ഈശോ എന്നിലും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഒരു അടയാളത്തിൽ കയറി നമുക്ക് വസിക്കാൻ പറ്റില്ല, അല്ലേ? പറ്റുമോ? ഒരു വീടിന്റെ പടം ഒട്ടിച്ചു വെച്ചെന്ന് വിചാരിച്ചോ, ആ പടത്തിൽ കയറി നിങ്ങൾക്ക് കിടന്നുറങ്ങാൻ പറ്റുമോ? നിങ്ങൾ വീട് പണിയാൻ വേണ്ടി നല്ലൊരു പ്ലാനൊക്കെ വരച്ചു, എന്നിട്ട് ഒട്ടിച്ചു വെച്ചിരിക്കുകയാണ്, അതിന്റെ അകത്ത് കയറി കിടക്കാൻ പറ്റുമോ? അതാണ് അടയാളം. അടയാളത്തിന്റെ അകത്ത് കയറി കിടക്കാൻ പറ്റും. ഹല്ലേലൂയ. അപ്പോൾ ഈശോ ദിവ്യകാരുണ്യം എന്ന് പറയുന്നത്, വീണ്ടും വച്ച് ആവർത്തിക്കട്ടെ, അടയാളമല്ല. എന്താണ്? സാന്നിധ്യമാണ്, റിയൽ പ്രസൻസ് ആണ്. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, ഞാൻ നിങ്ങളിലും നിങ്ങൾ എന്നിലും വസിക്കുമെന്ന്. ഹല്ലേലൂയ. അപ്പോൾ ഇതിങ്ങനെ ഈ ദിവ്യകാരുണ്യ രഹസ്യത്തെ ധ്യാനിച്ച വിശുദ്ധ കൊച്ചുത്രേസ്യ, പ്രിയപ്പെട്ടവരെ, നമ്മളുടെ ഉണ്ണീശോയുടെ ഗ്രോട്ടോയിൽ ഉണ്ണീശോയുടെ ഇടതുവശത്ത് നിൽക്കുന്ന തിരുസ്വരൂപം കൊച്ചുത്രേസ്യയുടെ തിരുസ്വരൂപമാണ്. ഈ കൊച്ചുത്രേസ്യ ഇങ്ങനെ ധ്യാനിച്ചു, ഈശോ ഒരു കടല് പോലെയാണ്. ആദ്യം മുതൽ അവസാനം വരെ ഇങ്ങനെ ധ്യാനിക്കുമ്പോ അറ്റം കണ്ടെത്താൻ പറ്റുന്നില്ല, ആഴം കണ്ടെത്താൻ പറ്റുന്നില്ല, ഇതിന്റെ തുടക്കം എവിടെയാണ് ഒടുക്കം എവിടെയാണെന്ന് അറിഞ്ഞുകൂടാ. ഈ ദിവ്യകാരുണ്യം ഒരു കടല് പോലെയാണ്. ഞാനാകട്ടെ ഒരു ചെറിയ ഒരു കൈത്തോട് പോലെ, അല്ലെങ്കിൽ ഒരു ചെറിയൊരു കിണറ് പോലെയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു കൈക്കുമ്പിളിലെ ജലം പോലെയാണ് ഞാൻ. ഈശോയാകട്ടെ ഒരു സാഗരം പോലെയാണ്. ഈ കൈക്കുമ്പിളിലേക്ക്, അല്ലെങ്കിൽ ഈ കൈത്തോടിലേക്ക് ഈ വലിയ സമുദ്രത്തെ സ്വീകരിക്കാൻ പറ്റുമോ? കടലിലെ വെള്ളം മുഴുവൻ നമ്മുടെ കിണറ്റിൽ കൊണ്ടെന്ന് ഒഴിക്കാൻ പറ്റുമോന്ന്? പറ്റോ? ഇല്ല. അപ്പോൾ എങ്ങനെയാണ് ഈ ദിവ്യകാരുണ്യമാകുന്ന മഹാസാഗരത്തെ ഞാനെന്ന് പറയുന്ന ഈ ചെറിയ കിണറ്റിലേക്ക് കൊണ്ടുവന്ന് ഒഴിച്ചു സൂക്ഷിക്കാൻ പറ്റുന്നത്? മനസ്സിലായോ? കൊച്ചുത്രേസ്യയുടെ ടെൻഷൻ എന്താന്ന് മനസ്സിലായോ? നമുക്ക് വല്ല ടെൻഷൻ ഉണ്ടോ?
ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോ ഇവളിങ്ങനെ ധ്യാനിച്ചു കഴിഞ്ഞ സമയത്ത് ദൈവം തന്നെ ഒരു പ്രൊവിഡൻസ് ആണ്. 4-ാം നൂറ്റാണ്ടിൽ വിശുദ്ധ അഗസ്തീനോസിനുണ്ടായ ഒരു ദർശനത്തിൽ ഈശോ അഗസ്തീനോസിനോട് ഇപ്രകാരം പറഞ്ഞിരുന്നു, നീ ഭക്ഷിക്കുന്ന എന്റെ ഈ ശരീരത്തെ, അച്ഛൻ ഇത് നിങ്ങളോട് നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ള കാര്യമായതുകൊണ്ട് അച്ഛൻ വേഗത്തിൽ പോവുകയാണ്. അഗസ്തീനോസിനോട് ഈശോ പറഞ്ഞു, ഞാനാകുന്ന ഈ അപ്പം ഭക്ഷിക്കുക, എന്നാൽ നീ ഭക്ഷിക്കുന്ന മറ്റു ഭക്ഷണ പദാർത്ഥങ്ങളെ പോലെ ഈ അപ്പത്തെ നിന്റെ ശരീരമാക്കി മാറ്റുകയല്ല, ഞാൻ നിന്നെ എന്റെ ശരീരമാക്കി മാറ്റുകയാണ്. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. ഉറക്കെ വിളിക്കാം, ഈശോയേ. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം നമ്മൾ ഭക്ഷിച്ചിട്ടുള്ള മറ്റു ഭക്ഷണ പദാർത്ഥങ്ങൾക്കെല്ലാം എന്ത് സംഭവിച്ചു എന്ന് നമുക്കറിയാം. എന്താ സംഭവിച്ചത്? അത് നമ്മുടെ ശരീരത്തിന്റെ ഭാഗമായി മാറി. ഹല്ലേലൂയ. ഇന്ന് കാലത്ത് കഴിച്ച പുട്ടും കറിയും എന്തു പറ്റി? നമ്മുടെ ശരീരത്തിന്റെ ഭാഗമായിട്ട് മാറി. പക്ഷെ ഈശോ പറയുകയാണ്, ഈ തിരുവോസ്തി നിന്റെ ശരീരത്തിന്റെ ഭാഗമാവുകയല്ല. അതായത് ഈ കടല് വന്ന് നീയാകുന്ന കിണറ്റിലേക്ക് വന്ന് വീഴുകയല്ല. ഈ കടല് ഞാൻ നിന്നെ എന്റെ ശരീരത്തിന്റെ, നിന്റെ ഉള്ളിലേക്ക് വരുന്നു എന്നുള്ളത് ശരിയാണ്. നിന്റെ ഉള്ളിലേക്ക് വന്നിട്ട് ഞാൻ നിന്നെ വിഴുങ്ങുകയാണെന്ന്. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. ഉറക്കെ വിളിക്കാം, ഈശോയേ. അപ്പോൾ ദിവ്യകാരുണ്യ സ്വീകരണത്തിൽ സംഭവിക്കുന്നത് നമ്മൾ ഈശോയെ സ്വീകരിക്കുന്നതിനേക്കാൾ വലിയ യാഥാർത്ഥ്യം ഈശോ നമ്മെ സ്വീകരിക്കുന്നതാണ്. പുഴ കടലിനോട് ചേരുന്നത് പോലെ, കടല് പുഴയിൽ വന്ന് ലയിക്കുകയല്ല, പുഴ ചെന്ന് കടലിൽ ലയിച്ച് പുഴയിലെ വെള്ളം കടലായി മാറുകയാണ്. ഉറക്കെ വിളിക്കാം, ഈശോയേ. അപ്പോൾ അതിന്റെ അടുത്ത തലത്തിൽ കൊച്ചുത്രേസ്യ വിചാരിച്ചു, ഈശോ എന്റെ ഉള്ളിലേക്ക് വരുന്നു, എന്നെ ഭക്ഷിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ എന്നെ ഈശോ ഭക്ഷിക്കണമെങ്കിൽ ഞാൻ എപ്രകാരമായിരിക്കണം? ഈശോയ്ക്ക് ഭക്ഷിക്കാൻ പറ്റുന്ന തരത്തിൽ ഞാൻ തയ്യാറാക്കപ്പെട്ടിരിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയ്ക്ക് ഏറ്റവും പ്രിയങ്കരമായ ഭക്ഷണം ഏതാണെന്നറിയാവുന്നത് ആർക്കാണ്? എന്ത് കഷ്ടമാണ്. ഈശോയ്ക്ക് ഏറ്റവും നല്ല ഇഷ്ടപ്പെട്ട ഭക്ഷണം ഏതാണെന്ന് അറിയാവുന്നത് ആർക്കാണ്? പരിശുദ്ധ അമ്മയ്ക്കാണ്. കൈയടിച്ച് നന്ദി പറഞ്ഞു. അപ്പൊ അമ്മയോട് ഈ കൊച്ചുത്രേസ്യ പ്രാർത്ഥിക്കാൻ തുടങ്ങി, പരിശുദ്ധ അമ്മ എന്നെ ഈശോയ്ക്ക് ഇഷ്ടമുള്ള സ്വീകാര്യമായൊരു ഭക്ഷണമാക്കി മാറ്റണമേ. അതായത് എന്റെ ജീവിതത്തിൽ ഈശോയ്ക്ക് പിടിക്കാത്തതായിട്ട്, അങ്ങനെയില്ലേ ചില ഭക്ഷണങ്ങൾ, അവന് പഠിക്കൂല, അത് അവൾക്ക് പിടിക്കൂല എന്നൊക്കെ പറയുന്ന ചില ഭക്ഷണങ്ങൾ, ഇത് അച്ഛന് പറ്റൂല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് പുളിയുള്ളതാണ്, ഇത് അച്ഛന് പറ്റില്ല. അപ്പൊ അതുപോലെ ഈശോയ്ക്ക് പിടിക്കാത്തതായിട്ട് കുറെ കാര്യങ്ങളുണ്ട്. എവിടെ? നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ? അതിനെയാണ് നമ്മൾ ഒറ്റ വാക്കിൽ പാപമെന്ന് പറയുന്നത്, അശുദ്ധി എന്ന് പറയുന്നത്, തിന്മ എന്ന് പറയുന്നത്. അപ്പോൾ ഈ തിന്മ കാണാതെ എന്നെ കാക്കുന്നതിനെയാണ് പരിശുദ്ധ അമ്മേ എന്നെ ഈശോയ്ക്കുള്ള ഭക്ഷണമാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ നമ്മളിലുള്ള കല്ലും മുള്ളും ഒക്കെ ആര് പെറുക്കി കളയണം? അത് നമ്മൾ പെറുക്കി കളയണം. പരിശുദ്ധ അമ്മ നമ്മെ സഹായിക്കും. അപ്പൊ അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, അച്ഛൻ ഒരു 20 വർഷമായിട്ട് ചൊല്ലുന്ന പ്രാർത്ഥന ഈ ഒരു പശ്ചാത്തലത്തിൽ നിന്ന് രൂപപ്പെട്ടതാണ്. നമ്മൾ ഓരോ ദിവ്യബലിക്കും ശേഷം ചൊല്ലുന്ന പ്രാർത്ഥന, ഈശോ എന്റെ ചിന്തയെ നീ ഭക്ഷിക്കണമേ എന്ന് തുടങ്ങുന്ന ആ പ്രാർത്ഥന, അച്ഛൻ ഈ കൊച്ചുത്രേസ്യയുടെ ദർശനം വായിച്ചതിന് ശേഷം ഈശോ അച്ഛന് പറഞ്ഞു തന്ന പ്രാർത്ഥനയാണ്. നിങ്ങൾക്ക് അതിന്റെ കോപ്പികൾ കിട്ടിയിട്ടുണ്ട്. കിട്ടാത്തവർക്ക് സ്റ്റോളിൽ ഉണ്ടെന്ന് തോന്നുന്നു, ഉണ്ടെങ്കിൽ അത് തരും, ഫ്രീ ആയിട്ട് ചോദിച്ചാൽ മതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതായത് ദിവ്യകാരുണ്യ സ്വീകരണത്തിന് മുമ്പ് നമ്മൾ പ്രാർത്ഥിക്കുന്നു, ഈശോ വരാൻ പോവാണ്. ഒരടയാളമല്ല വരുന്നത്, ഈശോ തന്നെയാണ് വരുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈശോ വരുന്നത് എന്തിനാണ്? ഈശോ എന്തിനാണ് വരുന്നത്? എന്നെ ഭക്ഷിക്കാൻ വേണ്ടിയാണ് വരുന്നത്. ഈശോ എന്തിനാ വരുന്നത്? എന്തിനാ വിരുന്നുകാരൻ വരുന്നത്? വീട്ടിലുള്ളത് കഴിക്കാൻ.
ഹല്ലേലൂയ. നിങ്ങൾ വിരുന്നുകാരനെ വിളിച്ചു വരുത്തിയിട്ട് വാവാ യേശുനാഥ വാവാ യേശുനാഥ എന്ന് പറഞ്ഞ് യേശുനാഥൻ വരുമ്പോ ഇവിടെ ഒന്നുമില്ല എന്ന് പറയരുത്. അപ്പോൾ ഈശോ വരുന്നത് നമ്മെ ഭക്ഷിക്കാൻ വേണ്ടിയാണ്. ഈശോ നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ നമ്മുടെ ഹൃദയം, നമ്മുടെ ശരീരം, നമ്മുടെ മനസ്സ്, നമ്മുടെ ആത്മാവ് ഈശോയ്ക്ക് സ്വീകരിക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കുമോ? അതിനെയാണ് ഈശോ വെളിപാടിന്റെ പുസ്തകം 3-ാം അധ്യായം 20-ാമത്തെ തിരുവചനത്തിൽ പറയുന്നത്, ഞാൻ നിന്റെ ഹൃദയ കവാടത്തിൽ മുട്ടിക്കൊണ്ടിരിക്കുകയാണ്, ആരെങ്കിലും എന്റെ സ്വരം കേട്ട് തുറന്നു തന്നാൽ. എന്താണ് ഈ തുറന്നു കൊടുക്കുക എന്ന് പറയുന്നത്? ഹൃദയം എങ്ങനെയാണ് തുറന്നു കൊടുക്കുന്നത്? തുറന്നു കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഈശോയ്ക്ക് എന്നെ സ്വീകരിക്കാൻ പറ്റുന്ന രീതിയിൽ അതിനെ ഒരുക്കി വെക്കുക എന്നാണ് അർത്ഥം. ഹല്ലേലൂയ. ഹൃദയം എങ്ങനെയാണ് അടച്ചു വെക്കുന്നത്? ഈശോയ്ക്ക് പ്രവേശിക്കാൻ പറ്റാത്ത വിധത്തിൽ ഞാൻ എൻ്റെ ജഡികാഭിലാഷങ്ങളിൽ മുഴുകിയിരിക്കുമ്പോ, സ്വാർത്ഥതയിൽ, അഹങ്കാരത്തിൽ, അശുദ്ധിയിൽ മുഴുകിയിരിക്കുന്ന മനസ്സ്, അടച്ചു വെച്ചപ്പെട്ടിരിക്കുന്ന മനസ്സാണ്. വിശുദ്ധിയിൽ, എളിമയിൽ, സ്നേഹത്തിൽ, പ്രാർത്ഥനയിലായിരിക്കുന്ന മനസ്സ് തുറന്നു വെക്കപ്പെട്ടിരിക്കുന്ന മനസ്സാണ്. ഈശോ പറഞ്ഞു, ആരെങ്കിലും എനിക്ക് വേണ്ടി തുറന്നു തന്നാൽ ഞാൻ അകത്ത് പ്രവേശിക്കുകയും ഞാൻ അവനോടൊപ്പം ഭക്ഷിക്കുകയും ചെയ്യും. ഉറക്കെ വിളിക്കാം, ഈശോയേ ഈശോയേ. അപ്പോൾ ദിവ്യകാരുണ്യ സ്വീകരണത്തിന് മുമ്പ് എന്ന് പറഞ്ഞാൽ ഒരു ദിവസം മുഴുവനുമുള്ളൊരു പ്രാർത്ഥനയാണ്. പരിശുദ്ധ അമ്മേ, എന്നെ ഈശോയ്ക്ക് പ്രീതികരമായ, സ്വീകാര്യമായ ഒരു ഭക്ഷണമാക്കി മാറ്റണമേ എന്ന പ്രാർത്ഥന. ഈശോ വന്നതിന് ശേഷം എന്താണ് പ്രാർത്ഥന? ദിവ്യകാരുണ്യ സ്വീകരണത്തിന് ശേഷം ചൊല്ലുന്ന പ്രാർത്ഥന അതാണ്. എന്താണ് ആ പ്രാർത്ഥന? ഈശോയെ, എന്റെ ചിന്തയെ നീ ഭക്ഷിക്കണമേ. നമ്മൾ അങ്ങനെയല്ലേ അമ്മമാര് വിളമ്പി കൊടുക്കുമ്പോ എല്ലാം കൂടി എടുത്തു വെച്ചിട്ട് വേണ്ടത് തിന്നോന്ന് പറഞ്ഞാണോ കൊടുക്കുന്നത്? ഓരോന്നോരോന്ന് ഇട്ട് കൊടുക്കും. കുറച്ച് ചോറിട്ടിട്ട് പറയും ഇത്തിരിയും കൂടി ഇടട്ടെ എന്ന് ചോദിക്കും, അല്ലേ? വീട്ടിൽ ചെല്ലുമ്പോ അമ്മച്ചി ചോറ് വിളമ്പിയ അച്ഛൻ ഇത്തിരി എടുക്കും. അമ്മച്ചി പറയും, ഇതെന്താണ് പൂച്ച കഴിക്കണ പോലെയാണോ കഴിക്കുന്നത്? പൂച്ച കൊടുക്കുന്ന പോലെയാണോ? കുറച്ചും കൂടി ഇടട്ടെ എന്ന് പറയും. ഹല്ലേലൂയ. അത് കഴിഞ്ഞിട്ട് അടുത്ത ഐറ്റം കൊണ്ടുവന്നിട്ട് പറയും, ഇത് ഇരിക്കട്ടെ എന്ന് പറയും. മോന് വേണ്ടി പ്രത്യേകമായിട്ട് ഉണ്ടാക്കിയാണ്. 3 ദിവസമായിട്ടുണ്ടാവും ഉണ്ടാക്കിയത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതുകൂടെ കഴിക്കാൻ പറയും. മോന് വറുത്ത മീൻ ഇഷ്ടമാണല്ലോ എന്ന് പറഞ്ഞിട്ട്, വറുത്തൊന്നും ഇഷ്ടമല്ല, എന്നാലും അമ്മച്ചി പറയും, മോന് ഇത് ഇഷ്ടമാണല്ലോ, അത് ഇഷ്ടമാണല്ലോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഓരോന്ന് കൊണ്ടുവന്ന് ഇട്ട് കഴിപ്പിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ പറയാറില്ലേ, നിർബന്ധിക്കുകയാണെങ്കിൽ കഴിക്കാന്ന്? അത് തന്നെ. അപ്പൊ ഈശോ നമ്മളിലേക്ക് വരുമ്പോ, പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കും, ഈശോ നമ്മളിലേക്ക് യഥാർത്ഥത്തിൽ വന്നിരിക്കുന്ന ഈ സമയത്ത് നമ്മൾ നമ്മളെ തന്നെ എളിമയോടുകൂടെ ഈശോയുടെ മുമ്പിൽ, ഈശോ പറഞ്ഞിട്ടുള്ള ഒരു വചനമുണ്ട് ലൂക്കായുടെ സുവിശേഷം 13-ാം അധ്യായം. ലൂക്കായുടെ സുവിശേഷത്തിൽ ഈശോ വിശ്വസ്തതയെ കുറിച്ച് പറയുന്നുണ്ട്. അതായത്, നിങ്ങൾ കൽപ്പിക്കപ്പെട്ടതെല്ലാം ചെയ്തതിന് ശേഷം ഇങ്ങനെ പറയുക. എന്താ പറയേണ്ടത്? ഞങ്ങൾ പ്രയോജനശൂന്യരായ ദാസന്മാരാണ്, കൽപ്പിച്ചത് ചെയ്തു എന്നേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ തിരുസന്നിധിയിൽ നിന്ന് കാലത്ത് മുതൽ വൈകുന്നേരം വരെ ജോലിയാണ്. പക്ഷേ നിങ്ങൾ ആദ്യം തന്നെ കയറി ഭക്ഷണത്തിനിരിക്കുകയില്ല. യജമാനൻ വരുമ്പോൾ യജമാനന് വേണ്ടി നിങ്ങൾ വിരുന്നൊരുക്കും. യജമാനൻ അത് ഭക്ഷിച്ചതിന് ശേഷം നിങ്ങളോട് പറയും, ഇനി നിങ്ങൾ ഇരുന്ന് ഭക്ഷിക്കാൻ പറയും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ. ഉറക്കെ വിളിക്കാം, ഈശോയേ. ലൂക്കായുടെ സുവിശേഷം 17-ാം അധ്യായം
7 മുതലുള്ള തിരുവചനങ്ങളിലാണത്. നിങ്ങളുടെ ഒരു ഭൃത്യൻ ഒഴുകുകയോ ആടുമേയ്ക്കുകയോ ചെയ്തിട്ട് വയലിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ അവനോട് ഉടനെ വന്ന് ഭക്ഷണത്തിനിരിക്കുക എന്ന് നിങ്ങളിൽ ആരെങ്കിലും പറയുമോ? ആരാണ് ഭൃത്യൻ? നമ്മളാണ് ഭൃത്യൻ. ആരാണ് യജമാനൻ? ഈശോയാണ് യജമാനൻ. നമ്മൾ ജോലിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇവിടെ വന്നിരിക്കുമ്പോ ഈശോ നിങ്ങൾ എന്നെ ഭക്ഷിക്കുക എന്നല്ല പറയുന്നത്. ഈശോ പറയുകയാണ് ലൂക്ക 17:8, മനസ്സിൽ കുറിച്ചു വച്ചോ. ലൂക്ക 17:8, എനിക്ക് ഭക്ഷണം തയ്യാറാക്കുക, ഞാൻ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നതുവരെ അരമുറുക്കി എന്നെ പരിചരിക്കുക. കൈയടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞു. ശിഷ്യന്മാരോട്, തന്റെ പ്രിയപ്പെട്ട ഭക്തരോട് അവിടുന്ന് ആദ്യം പറയുന്നത് എന്താണ്? എനിക്ക് ഭക്ഷണം തയ്യാറാക്കുക. ഹല്ലേലൂയ. അപ്പൊ ഈശോ നമ്മളോട് ആദ്യം പറയുന്നത് എന്താണ്? എനിക്കുള്ളത് താ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്ക് ഭക്ഷണം തയ്യാറാക്കുക, ഞാൻ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നത് വരെ അരമുറുക്കി എന്നെ പരിചരിക്കുക. എനിക്കൊന്ന് സംതൃപ്തി ആവുന്നത് വരെ എന്നെ പരിചരിക്കുക എന്നല്ലേ പറയുക. അതിനുശേഷം എന്തു പറ്റും? അതിനുശേഷം നിനക്ക് തിന്നുകയും കുടിക്കുകയും ചെയ്യാം. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ആദ്യം ഈശോയ്ക്ക് നമ്മെ തന്നെ പൂർണ്ണമായിട്ട് കൊടുക്കുമ്പോ അതാണ് നമ്മുടെ പ്രാർത്ഥന. ഈശോയെ, എന്റെ ചിന്തയെ നീ ഭക്ഷിക്കണമേ, നിന്റെ ചിന്തയാക്കണമേ. നീ ചിന്തിച്ചതുപോലെ ചിന്തിക്കാൻ, തീരുമാനങ്ങൾ എടുക്കാൻ എനിക്ക് കൃപ നൽകണമേ. നമ്മുടെ ബ്രെയിൻ അങ്ങോട്ട് വിളമ്പി കൊടുക്കണം. ഹല്ലേലൂയ. ഇത് വിളമ്പി കൊടുക്കുമ്പോ ഈശോയ്ക്ക് തിന്നാൻ പറ്റുന്നത് വല്ലതും നമ്മുടെ ചിന്തയിലുണ്ടോ ആവോ? ഹല്ലേലൂയ. അതിനുശേഷം നമ്മൾ പറയുകയാണ് ഈശോയെ, എന്റെ കണ്ണുകളെ നീ ഭക്ഷിക്കുക. നമ്മുടെ കണ്ണുകൾ ഈശോയ്ക്ക് കഴിക്കാൻ പറ്റുന്ന പാകത്തിലാണോ ആവോ? ഈശോയെ, എന്റെ കണ്ണുകളെ നിന്റെ കണ്ണുകളാക്കുക. നമ്മളെ ഭക്ഷിച്ചു കഴിയുമ്പോ നമ്മളാകുന്ന ഈ ഭക്ഷണത്തിന് എന്ത് പറ്റും? നമ്മളാകുന്ന ഭക്ഷണം ഈശോയുടെ ശരീരത്തിന്റെ ഭാഗമായിട്ട് മാറും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉറക്കെ വിളിച്ച ഈശോയേ, ഈശോയേ. അതിനെയാണ് ഈശോ പറഞ്ഞത്, നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലും. അപ്പൊ നമ്മൾ എവിടെയാണ്? നമ്മുടെ ചിന്ത ആരുടെ ചിന്തയിലാണ്? നമ്മുടെ കണ്ണുകൾ ആരുടെ കണ്ണുകളിലാണ്? നമ്മുടെ കാതുകൾ ആരുടെ കാതുകളിലാണ്? അപ്പോൾ ആര് കാണുന്നത് പോലെയാണ് നമ്മൾ കാണുന്നത്? അടുത്തിരിക്കുന്നവരും നോക്കി, ഈശോ നോക്കുന്നത് പോലെ ഒന്ന് നോക്കി. ആര് കേൾക്കുന്നത് പോലെയാണ് നമ്മൾ കേൾക്കുന്നത്? ആണോ? ഹല്ലേലൂയ. നമ്മുടെ അധരം ആരുടെ അധരം പോലെയാകും? ഒന്ന് അടുത്തിരിക്കുന്നവരോട് ഷെയ്ക്കാൻ്റെ കൊടുത്ത് പറഞ്ഞേ, നമ്മുടെ നാവ് ഈശോയുടെ നാവ് പോലെ ആയിത്തീരും. ഹല്ലേലൂയ. അപ്രകാരം ഒരു വാഗ്ദാനമുണ്ട് പ്രിയപ്പെട്ടവരെ. ജെറമിയായുടെ പുസ്തകം 15-ാം അധ്യായം 19-ാമത്തെ തിരുവചനം. ജെറമിയ 15:19. അശുദ്ധമായി വിലകെട്ടത് പറയാതെ വിശുദ്ധമായത് മാത്രം സംസാരിച്ചാൽ നീ എന്റെ നാവ് പോലെയാകും. ഉറക്കെ വിളിക്കാം, ഈശോയേ, ഈശോയേ. അപ്പോൾ വിലകെട്ടത് കാണാതെ വിശുദ്ധമായത് മാത്രം കണ്ടാൽ നമ്മൾ ആരുടെ കണ്ണ് പോലെയാകും? വിലകെട്ടത് കേൾക്കാതെ വിശുദ്ധമായത് മാത്രം കേട്ടാൽ നമ്മുടെ കാത് ആരുടെ കാത് പോലെയാകും? നാവിന് അപ്ലിക്കബിൾ ആണെങ്കിൽ മറ്റതിനൊക്കെ അപ്ലിക്കബിൾ ആണ്. വിലകെട്ടതിനെ പ്രണയിക്കാതെ വിശുദ്ധമായത് മാത്രം ആഗ്രഹിക്കുകയും സ്നേഹിക്കുകയും ചെയ്താൽ നമ്മുടെ ഹൃദയം ആരുടെ ഹൃദയം പോലെയാകും? ഇപ്പൊ നമ്മുടെ ഹൃദയം ആരുടെ ഹൃദയം പോലെയാണ്? ചോദിച്ചോ, അടുത്തിരിക്കുന്നവരോട് ചോദിച്ചു, നിന്റെ ഹൃദയം ആരുടെ ഹൃദയം പോലെയാണ്? ഹല്ലേലൂയ, ഹല്ലേലൂയ. ദിവ്യകാരുണ്യത്തെ നോക്കിയിരുന്ന് നമ്മുടെ മുഖം ആരുടെ മുഖം പോലെയാകും? ദിവ്യകാരുണ്യ മുഖം പോലെയാകും.
നിങ്ങളുടെ മുഖം ഒന്ന് കാണിച്ചു കൊടുത്തേ. ചില ആളുകൾ കാണിച്ചു കൊടുക്കാൻ പറഞ്ഞപ്പോ നെറ്റ് എടുത്ത് മൂടി പിടിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ പാട്ടിൽ പാടിയത്. ദിവ്യകാരുണ്യ മുഖശോഭയിൽ എന്നെ ശോഭിതമാക്കണമേ. ഈശോയെ, നിന്റെ ദിവ്യകാരുണ്യ മുഖത്തിലുള്ള ആ ശോഭ എനിക്ക് നൽകണമേ. ഉറക്കെ വിളിക്കാം, ഈശോയെ, ഈശോയെ. നമ്മുടെ അടുത്തേക്ക് വരുന്നവർ ആരുടെ ഹൃദയം കാണും? ദിവ്യകാരുണ്യ ഹൃദയം കാണും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ അടുത്ത് വരുന്നവർ, കാരണം നമ്മൾ നമ്മുടെ ഹൃദയം ഈശോയ്ക്ക് കൊടുത്തിട്ട് പറയുകയാണ്, ഈശോയെ, എന്റെ ഹൃദയത്തെ നീ ഭക്ഷിക്കണമേ, എന്റെ ഹൃദയത്തെ നിന്റെ ഹൃദയമാക്കണമേ, നീ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കാൻ. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. നീ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കാൻ, നീ എളിമയുള്ളവനായിരുന്നതുപോലെ എളിമയുള്ളവനാകാൻ, നീ വിശുദ്ധിയുള്ളവനായിരുന്നതുപോലെ വിശുദ്ധമായ ഹൃദയം ഉണ്ടാകാൻ, നീ ഹൃദയം മുട്ടിൽ മുഴുവൻ, ഈശോയുടെ ഹൃദയം മുഴുവൻ വചനമായിരുന്നു, വചനമായിരുന്നു, സ്നേഹമായിരുന്നു. നമ്മുടെ ഹൃദയം മുഴുവൻ എന്താണ്? വചനമാണോ? നമ്മുടെ ഹൃദയം മുഴുവൻ എന്താണ്? വാർത്തയാണ്, അല്ലേ? ഇന്നലത്തെ വാർത്ത എന്തായിരുന്നു? ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഈശോയുടെ, എന്റെ ഹൃദയം ഈശോയുടെ ഹൃദയം പോലെയാകട്ടെ. നമ്മൾ പ്രാർത്ഥിക്കുകയാണ്, ഈശോ, എന്റെ കരങ്ങളെ നീ ഭക്ഷിക്കണമേ, നിന്റെ കരങ്ങളാക്കണമേ. നീ തൊട്ട് സുഖപ്പെടുത്തിയതുപോലെ സുഖപ്പെടുത്താൻ, കുരിശ് വഹിച്ചതുപോലെ വഹിക്കാൻ. നമ്മൾ തൊടുന്നത് സുഖപ്പെടുത്താനാണോ അല്ലെങ്കിൽ മുറിവേൽപ്പിക്കാനാണോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ പ്രാർത്ഥിക്കുകയാണ്, ഈശോയെ, എന്റെ കാലുകളെ നീ ഭക്ഷിക്കണമേ, നിന്റെ കാലുകളാക്കണമേ. നീ നന്മ ചെയ്ത് സുവിശേഷം പ്രഘോഷിച്ച് ചുറ്റി സഞ്ചരിച്ചതുപോലെ ചുറ്റി സഞ്ചരിക്കാൻ എന്റെ കാലുകളെ നിന്റെ കാലുകളാക്കണമേ. ഹല്ലേലൂയ. നമ്മൾ എന്തിനാണ് പ്രിയപ്പെട്ടവരെ ചുറ്റി സഞ്ചരിക്കുന്നത്? എന്തിനാ ചുറ്റി സഞ്ചരിക്കുന്നത്? ഇവിടെ നിന്ന് അവിടെ പോയി, അവിടെ നിന്ന് ഇവിടെ പോയി, അവരെ വിസിറ്റ് ചെയ്തു, ഇവിടെ വിസിറ്റ് ചെയ്തു. എന്തിനാണ് ചുറ്റി സഞ്ചരിച്ചത്? സുവിശേഷം പ്രഘോഷിക്കാൻ വേണ്ടിയായിരുന്നോ? ഹല്ലേലൂയ. അപ്പോൾ നന്മ ചെയ്തുകൊണ്ട് സുവിശേഷം പ്രഘോഷിച്ച് ചുറ്റി സഞ്ചരിക്കാൻ എന്റെ കാലുകളെ നിന്റെ കാലുകളാക്കണമേ. എന്നെ പൂർണ്ണമായും നിന്റെ ശരീരവും നിന്റെ ആത്മാവുമാക്കണമേ, നിന്റെ ചങ്കും കരളുമാക്കണമേ. പ്രിയപ്പെട്ടവരെ, ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിൽ 2-ാം അധ്യായം 20-ാമത്തെ തിരുവചനത്തിൽ പൗലോസ് പറഞ്ഞു, ഞാനിതാ എന്നെ തന്നെ ഈശോയുടെ ശരീരത്തോട് ചേർത്ത് ക്രൂശിച്ചിരിക്കുന്നു. ഞാൻ എന്നെ തന്നെ ഇത് അങ്ങോട്ട് വിട്ടുകൊടുത്ത് ഈശോയുടെ ക്രൂശിതനായ ഈശോയുടെ ശരീരത്തോട് ചേർത്ത് അങ്ങോട്ട് ക്രൂശിച്ചിരിക്കുകയാണ്. ഇനി ഞാനില്ല, ഞാൻ ജീവിക്കുന്നു, പക്ഷെ ഞാനല്ല, എന്നിൽ ക്രിസ്തു ജീവിക്കുന്നു എന്ന് പറഞ്ഞതിന്റെ അർത്ഥമാണിത്. ഉറക്കെ വിളിക്കാം, ഈശോയേ. അതായത് ഈശോയുടെ റിയൽ പ്രസൻസ്. ഈ കടലിലെ വെള്ളം വന്ന് കിണറ്റില് നിറഞ്ഞു എന്ന് വിചാരിക്കുക, പിന്നെ കിണറ്റിലെ വെള്ളം ഉണ്ടാ, പിന്നെ കിണർ മുഴുവൻ എന്താണ്? കടലാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കിണറ്റിൽ ആകെ 2-3 ബക്കറ്റ് വെള്ളം ഉണ്ടായിരുന്നു. അത് നല്ല ശുദ്ധജലമായിരുന്നു, അല്ലേ? നമുക്ക് കുടിക്കാൻ പറ്റുന്ന വെള്ളമായിരുന്നു. കടലിലെ വെള്ളം മുഴുവൻ അങ്ങോട്ട് വന്ന് നിറഞ്ഞു. പിന്നെ ആ കിണറ്റിലുള്ളത് ഏത് വെള്ളമാണ്? നമ്മുടെ നേരത്തെ ഉണ്ടായിരുന്ന 2 ബക്കറ്റ് വെള്ളമാണോ? അല്ല, കടലിലെ വെള്ളമാണ്. ജീവന്റെ സമൃദ്ധിയുള്ള ജലമാണത്. ഉറക്കെ വിളിക്കാം, ഈശോയേ, ഈശോയേ. അതാണ് പൗലോസ് പറഞ്ഞത്. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 20-ാമത്തെ തിരുവചനം, ഞാൻ ജീവിക്കുന്നു, എന്നാൽ ഇനി ഞാനല്ല, എന്നിൽ ക്രിസ്തു ജീവിക്കുന്നു. എന്റെ കണ്ണുകൾ ഇപ്പോൾ ആരുടെ കണ്ണുകളാണ്? ഈശോയുടെ കണ്ണുകളാണ്. കാരണം ഈ കണ്ണുകളെ ആര് ഭക്ഷിച്ചു? ഈശോ ഭക്ഷിച്ചു. എന്റെ കാതുകൾ ആരുടെ കാതുകളാണ്? ഇതൊരു ആത്മീയമായ ഭക്ഷണമാണെന്ന് നമുക്കറിയാം. ഈശോ പറഞ്ഞല്ലോ, നീ എനിക്ക് ഭക്ഷണം തയ്യാറാക്കുക, ഞാൻ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നത് വരെ അരമുറുക്കി എന്നെ പരിചരിക്കുക. നീ പൂർണ്ണമായിട്ടും എന്റെ ശരീരമാകുന്നത് വരെ നീ എന്നെ അങ്ങോട്ട് പരിചരിക്കുക. പരിചരിക്കുക എന്ന് പറഞ്ഞാൽ ഈശോയിലായിരിക്കുക എന്നാണ് പ്രിയപ്പെട്ടവരെ അർത്ഥം. ഇങ്ങനെ പരിചരിക്കുന്നതിന് വേണ്ടി നമ്മൾ എന്തു ചെയ്യണം?
അപ്പൊ നമ്മൾ ഇങ്ങനെ പരിചരിച്ച് ഈശോ ഭക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭക്ഷിച്ച് 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 നമ്മൾ പൂർണ്ണമായി ഈശോയുടെ ശരീരമാകുമ്പോ നമ്മൾക്ക് പറയും, ഞാൻ ക്രിസ്തുവായി വളരുന്നു. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ ഇപ്പൊ ആരാ തിന്നുകൊണ്ടിരിക്കുന്നത്? കിട്ടുന്നുണ്ടോ? നമ്മൾ ഇപ്പൊ ആരാ തിന്നുകൊണ്ടിരിക്കുന്നത്? അയൽവക്കക്കാരോ? ചേച്ചി ഇടക്ക് വന്ന് പറയാറില്ലേ, അയൽവക്കക്കാരെന്നെ തിന്നുകൊണ്ടിരിക്കുകയാണെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അയൽവക്കക്കാരല്ല തിന്നുകൊണ്ടിരിക്കേണ്ടത്. കെട്ടിയാൻ എന്നെ തിന്നുകൊണ്ടിരിക്കുകയാണ്, അല്ലെ? മക്കൾ എന്നെ തിന്നുകൊണ്ടിരിക്കുകയാണ്. നിന്നെ ആരാ തിന്നുകൊണ്ടിരിക്കുന്നത്? ഒരു കൊച്ചു വന്നിട്ട് പറഞ്ഞു, അച്ഛാ ഞങ്ങളുടെ ആ ഹോസ്റ്റലിലുള്ള വാർഡൻ ഞങ്ങളെ മൊത്തം തിന്നുകൊണ്ടിരിക്കുകയാണ്. അവരും ഇവരും തിന്നുകൊണ്ടിരുന്ന നിന്റെ ജീവിതം എന്തായിട്ട് മാറും? കട്ടപ്പുകയായിട്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒരു മകൾ വന്നിട്ട് പറഞ്ഞു, അച്ഛാ അമ്മായി അമ്മ എന്നെ തിന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അമ്മ പറഞ്ഞു, അവൾ എന്നെ അല്ല തിന്നുന്നത്, അല്ല ഞാൻ അവളെ അല്ല തിന്നുന്നത്, അവളും അവളുടെ ഭർത്താവും. അതാരാണ്? എന്റെ മോൻ. അവര് രണ്ടുപേരും കൂടി ഞങ്ങൾ എല്ലാവരെയും കൂടി തിന്നുകൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കുഞ്ഞേ, നീ നിന്നെ തന്നെ ആർക്കാണ് സമർപ്പിക്കുന്നത്? വൈകുന്നേരം 8:30 മുതൽ 9:30 വരെ വാർത്ത വായിക്കുന്നവര് നമ്മളെ തിന്നുകൊണ്ടിരിക്കുക. 9:30 മുതൽ ചന്ദനമഴ തിന്നുകൊണ്ടിരിക്കുക. അങ്ങനെ അതും ഇതും ഒക്കെ. യൂട്യൂബ്, ചില ആളുകളെ യൂട്യൂബ് തിന്നുകൊണ്ടിരിക്കുകയാണ്, ചില പിള്ളേരെ ഇൻസ്റ്റാഗ്രാം തിന്നുകൊണ്ടിരിക്കുകയാണ്, ചില പിള്ളേരെ മൊബൈൽ തിന്നുകൊണ്ടിരിക്കുകയാണ്. ദൂരം മാതാപിതാക്കളാണെന്നറിയാം വിളിച്ചിട്ട്, അച്ഛാ എന്റെ കൊച്ചു പോയി. എന്തു പറ്റി? എങ്ങോട്ട് പോയി? പോയി എന്ന് പറഞ്ഞാൽ ഈ മൊബൈലിൽ പോയി. വീട്ടിൽ തന്നെ ഉണ്ട്, പക്ഷെ ഇതിനകത്ത് ഇങ്ങനെ തലകുത്തി കിടന്ന് ജീവിതം നശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. നീ നിന്നെ തന്നെ ഭക്ഷിക്കാൻ വിട്ടുകൊടുക്കുന്നത് നിന്റെ കർത്താവിനാണോ? നമ്മളെല്ലാവരും ദിവ്യകാരുണ്യം സ്വീകരിക്കുന്നവരാണ്. സ്വീകരിച്ചിട്ട് നമ്മളെ തന്നെ നമ്മൾ ആർക്കാണ് കൊടുക്കുന്നത്? ഈശോ മറിയത്തെ കുറിച്ച് പറഞ്ഞു, അവൾ നല്ല ഭാഗം തെരഞ്ഞെടുത്തിരിക്കുന്നു, അവൾ എന്റെ കാൽ കീഴിൽ വന്നിരിക്കുന്നു. അവൾ ഇരിക്കുന്നത്, അവൾ ഇതാ നല്ല ഭാഗം തെരഞ്ഞെടുത്ത്. നല്ല ഷെയർ അല്ലെ? മീനൊക്കെ വറുത്ത് കഴിയുമ്പോ, മുറിച്ച് കഴിയുമ്പോ നല്ല ഷെയർ. അവള് നല്ല ഭാഗം തെരഞ്ഞെടുത്തിരിക്കുന്നു. ഏതാണ് ആ ഭാഗം? തന്നെ, അവളെ തന്നെ എനിക്ക് തരാൻ എന്ന് പറയുന്ന ഒരു ഭാഗം, എന്നൊരു റോളുണ്ട്. ഈശോയ്ക്ക് കൊടുക്കുക എന്ന് പറയുന്ന ഒരു റോള് അവള് തെരഞ്ഞെടുത്തിരിക്കുന്നു. അവളിൽ നിന്ന് ആ നല്ല റോള് ആരും എടുത്തു മാറ്റുകയില്ല. ഉറക്കെ വിളിക്കാം, ഈശോയേ, ഈശോയേ. ഏതാണ് പ്രിയപ്പെട്ടവരെ റോള്? ഏതാ റോള്? ചിക്കൻ റോളോ? മറിയം തെരഞ്ഞെടുത്ത റോൾ ഏതാണ്? തന്നെ ഈശോയ്ക്ക് കൊടുക്കുക എന്ന് പറയുന്ന ഒരു റോള്. ഹല്ലേലൂയ. അച്ഛൻ ചോദിക്കട്ടെ, ഈശോ ദിവ്യകാരുണ്യത്തിൽ സത്യമായ സാന്നിധ്യമാണെന്ന് പറയുന്ന നീയും ഈ റോള് തെരഞ്ഞെടുക്കുന്നുണ്ടോ? ഏത് റോള്? എന്നെ തന്നെ ഞാൻ ഈശോയുടെ അടുക്കൽ സമർപ്പിക്കുമെന്ന് പറയുന്ന റോള്. ഈ റോളിനെയാണ് പ്രിയപ്പെട്ടവരെ ദിവ്യകാരുണ്യ ആരാധന എന്ന് പറയുന്നത്. അവൻ എന്നെ സ്നേഹിക്കുന്നവനാണ്, അല്ലേ? ഒരു ഭാര്യയുടെ ആഗ്രഹം എന്താണ്? കല്യാണം കഴിച്ചു. കല്യാണം കഴിച്ചതിന് ശേഷം ഭാര്യയുടെ ആഗ്രഹം എന്താണ്? ഭർത്താവ് ഞാൻ പറയുന്നത് കേൾക്കണം, അല്ലേ? ഭർത്താവ് ഭാര്യ പറയുന്നതിനേക്കാൾ ഭർത്താവിന്റെ അമ്മക്കും പെങ്ങന്മാർക്കും ഒക്കെ പറയുന്ന, അവര് പറയുന്നത് മാത്രം കേട്ടുകൊണ്ട് നിന്നാൽ ഈ ഭാര്യ എന്ത് ചെയ്യും? പറഞ്ഞോ? ഇട്ടിട്ട് പോവും. അങ്ങനെയൊന്നും പോവാൻ പറ്റില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ ആഗ്രഹം എന്താണെന്നറിയാവോ? നമ്മൾ ഈശോ പറയുന്നത് കേൾക്കണമെന്നതാണ്.
ഈശോ പറയുന്നത് കേൾക്കാതെ നമ്മൾ മറ്റു പലതും കേട്ടുകൊണ്ടിരുന്നാൽ, അവരെയും ഇവരെയും അനുസരിച്ചു കൊണ്ടിരുന്നാൽ, ഈശോയുമായിട്ടുള്ള ബന്ധത്തിൽ, ഈശോ ഇട്ടിട്ട് പോകുന്നൊന്നും പറയുന്നില്ല, ബന്ധത്തിൽ എന്ത് സംഭവിക്കും? വിള്ളല് സംഭവിക്കും. ഒരു അമ്മ, ഒരു കുടുംബത്തിലെ ഒരു ഭാര്യ, ഭർത്താവ് പറയുന്നതൊന്നും കേൾക്കാനില്ല, എല്ലാം മക്കള് പറയുന്നത് കേട്ടിട്ട് നടക്കാണ്. ചേട്ടന്മാര് ശ്രദ്ധിക്കും. ഭാര്യ നിങ്ങൾ പറയുന്നതൊന്നും അനുസരിക്കുന്നില്ല. മക്കള് പറയുന്നു, ഒരു മകൻ ഒരു പുതിയ വീട് വിളിച്ചു, അമ്മ പോയി, അപ്പം പോയിട്ടില്ല. ഭാര്യനെ അപ്പം തിരിച്ചു വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ അമ്മ പറയാണ്, ഞാൻ വരില്ല. പ്രിയപ്പെട്ടവരെ, ഭാര്യ ഭർത്താവിനോടുകൂടെ ആയിരിക്കാൻ വിളിക്കപ്പെട്ടവളാണ് എന്ന് പറയുന്നത് പോലെ തന്നെ ഓരോ ദൈവ പൈതലും ആ ഒരു റിലേഷൻഷിപ്പ് ഒരു ഉപമയായ അച്ഛൻ പറഞ്ഞതാണ്. ഭാര്യ ഭർത്താവിനോടുകൂടെ അല്ലാതെ മക്കളോടുകൂടെയോ വേറെ ആരുടെയെങ്കിലും കൂടെയോ അവിടെയും ഇവിടെയൊക്കെ പോയിരിക്കുന്നതിന്റെ പേരാണ് അറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത്. നമ്മൾ കഴിഞ്ഞ ആഴ്ച ധ്യാനിച്ചു തുടങ്ങിയതുമായി അച്ഛൻ ബന്ധിപ്പിച്ച് അച്ഛൻ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ച ധ്യാനിച്ചത് എന്താണ്? പരിത്യാഗമെന്ന് പറയുന്ന പുണ്യത്തിലൂടെ. അതിന്റെ ഒത്തിരിയേറെ വശങ്ങൾ ഇന്നത്തെ ആദ്യത്തെ പ്രഭാഷണത്തിൽ സെബാസ്റ്റ്യൻ സ്വാർത്ഥതയെ കുറിച്ച് പറഞ്ഞപ്പോൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എപ്രകാരമാണ് നമ്മളിൽ നിന്ന് തന്നെ ഡിറ്റാച്ച് ചെയ്ത് നമ്മളെ തന്നെ ഉപേക്ഷിക്കുക. അതാണ് ഈ നിസ്വാർത്ഥത എന്ന് പറയുന്നത്. ഞാനെന്നും എന്റേതെന്നും എന്റെ ഉള്ളിലെന്നതും എന്റെ സുഖമെന്നതും ഒക്കെ വിട്ടിട്ട് കർത്താവിനെ അള്ളിപ്പിടിക്കാൻ പരിശ്രമിക്കുക. ഉറക്കെ വിളിക്കാം, ഈശോയേ, ഈശോയേ. അപ്പോൾ ആ മേഖല നമ്മൾ അടുത്ത ആഴ്ച തുടരുന്ന ഒരു ചിന്തയിൽ കൊണ്ടുവന്ന് അച്ഛൻ അവസാനിപ്പിക്കുകയാണ്. വചന ശുശ്രൂഷ അവസാനിച്ചു. ഹല്ലേലൂയ. 1 മണിക്കൂറായി, 1 മണിയായി, 5 മിനിറ്റ് കൂടി ഉള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ പറഞ്ഞു വന്നത് ദിവ്യകാരുണ്യത്തിൽ ഈശോയുടെ യഥാർത്ഥ സാന്നിധ്യമാണ്. ആരും എഴുന്നേക്കല്ലേ? അച്ഛൻ കഴിഞ്ഞു എന്ന് പറഞ്ഞതുകൊണ്ട് കഴിഞ്ഞിട്ടില്ല, 2 മിനിറ്റ് കൂടിയുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദിവ്യകാരുണ്യത്തിൽ ഈശോയുടെ യഥാർത്ഥ സാന്നിധ്യമുള്ളത്, അതായത് ഞാൻ എപ്രകാരം ഒരു ചരിക്കുന്ന ഒരു അസ്തിത്വമുള്ള തുടിക്കുന്ന ഹൃദയമുള്ള ഒരു വ്യക്തിയായിരിക്കുന്നത് പോലെ ദിവ്യകാരുണ്യത്തിൽ ഈശോ എന്നെ കണ്ടുകൊണ്ട് എന്നെ കേട്ടുകൊണ്ട് എന്റെ ഹൃദയമിടിപ്പറിഞ്ഞുകൊണ്ട് ഹൃദയത്തിന്റെ താളമറിഞ്ഞുകൊണ്ട് എന്റെ ശ്വാസനിശ്വാസങ്ങളുടെ ചൂടും തണുപ്പും അറിഞ്ഞുകൊണ്ട് അവൻ എന്റെ കൂടെയുണ്ടെന്ന് കരപിടിച്ചു കർത്താവിന് നന്ദി പറയാം. ഇതാണ് ദ റിയൽ പ്രസൻസ് എന്ന് പറയുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നെ ഭക്ഷിക്കുന്നവനായി അവൻ എന്റെ കൂടെയുണ്ടെന്ന്, എന്നെ ഭക്ഷിച്ച് തന്റെ ശരീരത്തിന്റെ ഭാഗമാക്കി എന്നെ മാറ്റുന്നവനായി എന്റെ കൂടെയുണ്ടെന്ന്, എന്റെ ഉള്ളിൽ ഞാനാകുന്ന ഈ കൈത്തോടിൽ വന്ന് നിറയുന്ന മഹാസാഗരമായി എന്നിൽ നിറഞ്ഞ് കവിഞ്ഞൊഴുകുന്ന ജീവൻ. ഈശോ പറഞ്ഞു, ഞാൻ ജീവനാണ്. ഞാൻ നിന്നിലേക്ക് വരുമ്പോ, ഞാൻ നിന്നിൽ നിറയുമ്പോ നിനക്ക് ജീവന്റെ സമൃദ്ധി ഉണ്ടാകുമെന്ന്. ഉറക്കെ വിളിക്കാം, ഈശോയേ, ഈശോയേ. പ്രിയപ്പെട്ടവരെ, മഴക്കാലത്ത് നമ്മൾ ഒരു കാഴ്ച കണ്ടിട്ടുണ്ട്. വെള്ളം ഇങ്ങനെ കുത്തി ഒഴുകി വരികയാണ്. ഒരിറ്റ് വെള്ളമില്ലാത്ത ചില കൈത്തോടുകളുണ്ട്, ചില കനാലുകളുണ്ട്. 1 തുള്ളി 2 തുള്ളി വെള്ളമൊക്കെ ഉള്ള സ്ഥലമാണ്. ഒരു മീൻ പൊടി പോലും, ഒരു പൂച്ചൂട്ടി പോലും ഇല്ലാത്ത സ്ഥലങ്ങളുണ്ട്. അവിടെയൊക്കെ ഈ വെള്ളം കുത്തിയൊലിച്ച് വരുമ്പോ നമ്മൾ എന്ത് ചെയ്യും? ഉപ്പ് വെക്കുന്നു, എന്തോ പറയില്ലേ? ഈ വലിയ കൊട്ട കൊണ്ടെന്ന് വെക്കും. അത് നിറയെ മീൻ പിടിക്കാൻ വേണ്ടിയിട്ട്. എന്തെന്നാ അതിനെ പറയുന്നത്? ഊത്തല് വെക്കുന്നു അല്ലേ? ആ സാധനം വെക്കും. ഹല്ലേലൂയ. എന്നിട്ട് നമ്മൾ ഈ 1 തുള്ളി വെള്ളം പോലും സാധാരണ രീതിയിൽ ഇല്ലാത്ത സ്ഥലത്ത് നിന്ന് അത് കൊട്ട നിറയെ മീൻ പിടിച്ചുകൊണ്ട് വരാറുണ്ട് മഴക്കാലത്ത്, ഇല്ലേ? ഹല്ലേലൂയ. അത് എവിടെ നിന്ന് വന്നതാണ്? ഇതുപോലെ ജീവന്റെ ഒരു സമൃദ്ധി കുത്തി ഒഴുകി വരുന്ന ഇടമാണ് എന്റെ ദിവ്യകാരുണ്യ ഈശോ. ഉറക്കെ വിളിക്കാം, ഈശോയേ.
ഒരു നന്മയുമില്ലാത്ത എന്റെ ജീവിതത്തിൽ, ഒരു പുണ്യവും ഒരു സുഹൃതവും ഇല്ലാത്ത എന്റെ ജീവിതത്തിൽ, ഒരു നന്മ ചെയ്യാൻ പോലും കഴിവില്ലാത്ത എന്റെ ആത്മാവിലേക്ക് നന്മകളുടെ വിശുദ്ധിയുടെ നിറസമൃദ്ധിയായി, പരിമളമായി, സ്വർഗത്തിന്റെ സുഗന്ധമായി അവൻ കൊത്തിയൊഴുകി വരുമ്പോ എന്നെ ഞാനാകുന്ന ഒരു കൈത്തോട്, ഒരു കടൽ പോലെ വിശാലമായി മാറുന്ന അനുഭവം ഉണ്ടാകും. ഉറക്കെ വിളിക്കാം, ഈശോയേ. ഒരനുഗ്രഹവും ഇല്ലാത്തൊരു ജീവിതം അനുഗ്രഹത്തിന്റെ സമൃദ്ധിയായിട്ട് മാറും. ഈശോ പറഞ്ഞു, ഞാൻ വന്നിരിക്കുന്നത് നിന്റെ ജീവിതത്തെ ജീവന്റെ സമൃദ്ധിയാക്കി മാറ്റാൻ വേണ്ടിയാണ്. ഉറക്കെ വിളിക്കാം, ഈശോയേ. ഈ കുത്തിയൊഴുക്കൽ നടക്കുമ്പോ നമ്മളിലുള്ള ചില അഴുക്ക് വെള്ളങ്ങളുണ്ട്. അതുകൂടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. ഈ വെള്ളം കുത്തി ഒഴുകി വരുമ്പോ നമ്മളിലുള്ള ബലഹീനതകളുടെ അഴുക്ക് വെള്ളങ്ങളുണ്ട്, തിന്മകളുണ്ട്. അതിനെന്ത് സംഭവിക്കും? അത് ഇതിൽ നിന്ന് തുടച്ചു മാറ്റപ്പെടും. അതുകൊണ്ടാണ് നമ്മൾ പാടുന്നത്, ഓ എന്റെ ദിവ്യകാരുണ്യമേ, എന്നെ ദിവ്യകാരുണ്യമാക്കി മാറ്റണമേ. നീ പരിശുദ്ധനായിരിക്കുന്നത് പോലെ എന്നെ പരിശുദ്ധനാക്കണമേ. ഇതാണ് പ്രാർത്ഥന. പ്രിയപ്പെട്ടവരെ, ദിവ്യകാരുണ്യത്തെ ആരാധിച്ച് നമ്മൾ ദിവ്യകാരുണ്യമായി മാറുന്ന വലിയ രൂപാന്തരീകരണവും അത്ഭുതവും ദിവ്യകാരുണ്യ ആരാധനയിൽ സംഭവിക്കുമെന്നതാണ് 2 കൊരിന്തോസ് 3:18 നമ്മൾ വർഷത്തിലധികമായി പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടുത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ, കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ദിവ്യകാരുണ്യത്തെ കണ്ട്, ദിവ്യകാരുണ്യത്തെ കേട്ട്, ദിവ്യകാരുണ്യത്തെ തൊട്ട്, ദിവ്യകാരുണ്യത്തെ ഭക്ഷിച്ച് നമ്മൾ ദിവ്യകാരുണ്യമായി മാറും. ഉറക്കെ വിളിക്കാം, ഈശോയേ. കരങ്ങൾ ഉയർത്തി വീശിക്കൊണ്ട് പറയാമോ, എന്റെ ദിവ്യകാരുണ്യമേ, എന്നെ ദിവ്യകാരുണ്യമാക്കണമേ. ഓ എന്റെ ദിവ്യകാരുണ്യമേ, എന്നെ ദിവ്യകാരുണ്യമാക്കണമേ. അങ്ങനെ ദിവ്യകാരുണ്യമായി മാറിയ മക്കൾ, ദിവ്യകാരുണ്യമായി മാറിയ ഭാര്യ, ദിവ്യകാരുണ്യമായി മാറിയ ഭർത്താവ്, ദിവ്യകാരുണ്യമായി മാറിയ അപ്പൻ, ഇവരെല്ലാവരും ചേർന്ന് ഒരു കുടുംബത്തെ സ്വർഗമാക്കി, സ്വർഗീയ ആരാധനയാക്കി മാറ്റും. ഉറക്കെ വിളിക്കാം, ഈശോയേ. അങ്ങനെ നിന്റെ കുടുംബം ദിവ്യകാരുണ്യ കുടുംബമായി മാറും. നിന്റെ സമൂഹം ദിവ്യകാരുണ്യ ആരാധകരുടെ സമൂഹമായി മാറും. ഈ ഒരു വലിയ വെല്ലുവിളിയാണ് കർത്താവ് നമുക്ക് ഈ തിരുനാളിലൂടെ തരുന്നത്. പ്രിയപ്പെട്ടവരെ, ഈശോയെ ആരാധിക്കാൻ ഒരു സമയം കിട്ടുമ്പോൾ അത് നഷ്ടപ്പെടുത്തുന്നത് ഒരു മഹാപരാധമാണ്. 1 കോടി കിട്ടുമെന്ന് ഉറപ്പുള്ള ഒരു ലോട്ടറി നിങ്ങൾ എടുക്കാതിരുന്നാൽ, നിങ്ങൾക്ക് കൃത്യമായിട്ടറിയാം ഈ ലോട്ടറി, ഈ നമ്പർ എടുത്താൽ 1 കോടി അടിച്ചിരിക്കുമെന്ന്. നിങ്ങൾ എടുക്കാതിരിക്കുമോ? ഫ്ലൈറ്റ് പിടിച്ചു പോകും, ഓട്ടോ വിളിച്ചല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. പക്ഷേ മനുഷ്യന്റെ ഒരു അന്ധത എന്ന് പറയുന്നത് അതാണ്. 2 കൊരിന്തോസ് 4:4 പൗലോസ് പറയുന്നത്, ഈ ലോകത്തിന്റെ ദേവൻ നിങ്ങളെ അന്ധമാക്കിയിരിക്കുന്നത് കൊണ്ട് ക്രിസ്തുവിന്റെ മുഖത്ത് പ്രകാശിക്കുന്ന ദൈവിക പ്രകാശം, അവന്റെ വചനത്തിലൂടെ വെളിപ്പെടുന്ന പ്രകാശം നിങ്ങൾക്ക് ലഭ്യമല്ല. ചില മക്കൾക്ക് ആരാധന നടത്തുക എന്ന് പറയുന്നത് ഒരു സമയനഷ്ടമാണ്. വെറുതെ എന്തിനാണ് ഇത്രയും നേരം അവിടെ പോയിരുന്ന് പ്രാർത്ഥിക്കണം എന്ന് ചോദിക്കുന്ന മക്കളുടെ കണ്ണുകൾ അന്ധമാണ്. പള്ളിയിൽ പോയി ഇത്രയും നേരം പ്രാർത്ഥിക്കണോ എന്ന് ചോദിച്ച്, ധ്യാനത്തിൽ ഒരാഴ്ച പോകണോ എന്ന് ചോദിക്കുന്നവരുടെ കണ്ണുകൾ അന്ധമാണ്. കാരണം ഈ ലോകത്തിന്റെ ദേവൻ അവരുടെ കണ്ണുകളെ അന്ധമാക്കിയിരിക്കുന്നത് കൊണ്ട് ഈശോയുടെ മുഖത്ത് പ്രകാശിക്കപ്പെടുന്ന ദൈവിക ചൈതന്യം അവർക്ക് ലഭ്യമല്ല. ഉറക്കെ വിളിക്കാം, ഈശോയേ. അപ്പോൾ ഈ ദൈവിക പ്രകാശത്തെക്കാൾ അവർക്ക് പ്രിയപ്പെട്ടത് അവരുടെ കൈവിരലിലുള്ള, അവരുടെ കൈവെള്ളയിലുള്ള, മൊബൈലിലുള്ള ചില വെള്ളി വെളിച്ചങ്ങളാണ്. അവർക്കതാണ് പ്രധാനപ്പെട്ടത്. വചനം വിലയില്ലാത്തതാണ്, പ്രാർത്ഥന വിലയില്ലാത്തതാണ്. അത് കണ്ണുകളെ ഈ ലോകത്തിന്റെ ദേവൻ അന്ധമാക്കിയിരിക്കുന്നത് കൊണ്ടാണ്. നമ്മൾ ഈ ലോകത്തിന്റെ ദേവൻ നമ്മുടെ കണ്ണുകളെ അന്ധമാക്കാൻ അനുവദിക്കാതിരിക്കട്ടെ. കരങ്ങൾ ഉയർത്തി കണ്ണുകൾ അടച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിക്കുന്നു, ആരാധിക്കുന്നു.
ഹല്ലേലൂയ. കൃപയൊഴുകുന്നു, ശക്തി ഒഴുകുന്നു, അഭിഷേകം ഒഴുകുന്നു. ആരാധനയുടെ വലിയ അഭിഷേകത്തിലേക്ക് പ്രവേശിക്കാൻ ഹൃദയം ഒരുക്കട്ടെ. സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, 33 വ്യാഴാഴ്ചയെങ്കിലും ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കാനായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കും. ഓരോ ആഴ്ചയിലും വരുമ്പോൾ ഒരു 10 പേരെങ്കിലും കൂട്ടിക്കൊണ്ടുവരാനായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കും. ഒരു 100 പേരെങ്കിലും ഈശോയിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നവരെ പ്രേക്ഷിതയായി തീരാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. 2 ഉടമ്പടികളെടുത്ത് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. അതിലൊന്ന്, ജീവിതാവസാനം വരെ ഞാൻ ഈശോയോട് ചേർന്ന് നിൽക്കും എന്ന് പറയുന്ന ഒരു ഉടമ്പടിയാണ്. എപ്രകാരമാണ് ഈശോയോട് ചേർന്ന് നിൽക്കാൻ കഴിയുന്നത്? അനുദിന പ്രാർത്ഥനയിലും ദിവ്യബലിയിലും ഒക്കെ പങ്കെടുക്കുക. 33 പ്രാവശ്യം ചൊല്ലാനായിട്ട് തന്നിട്ടുള്ള പ്രാർത്ഥന ചൊല്ലുക. 101 പ്രാവശ്യമെങ്കിൽ ഈശോയെ എന്ന് വിളിക്കുക. വ്യാഴാഴ്ചത്തെ ശുശ്രൂഷയിൽ പങ്കെടുക്കാനായിട്ട് ആഗ്രഹിക്കുക. അങ്ങനെ വചനം വായിക്കുക. അങ്ങനെ ഈശോയോട് ചേർന്ന് ജീവിക്കുമെന്ന്. എന്തൊക്കെ അനുഗ്രഹം കിട്ടുമ്പോഴും അങ്ങനെയുണ്ട്. ചില ആളുകൾ അനുഗ്രഹം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കർത്താവിന് തിരിഞ്ഞു. കിട്ടുമ്പോഴും കിട്ടാത്തപ്പോഴും അങ്ങനെയുണ്ട്. ചില ആളുകൾ എനിക്കൊന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞ് പിന്തിരിയുന്നവരുണ്ട്. അപ്പോൾ അനുഗ്രഹങ്ങളല്ല, അനുഗ്രഹദാതാവ് അവൻ സത്യമായും എൻ്റെ കൂടെയുണ്ട്. അപ്പൻ എന്തെങ്കിലും തന്നതുകൊണ്ടല്ലോ അപ്പനെ നമ്മളെ സ്നേഹിക്കുന്നത്. അപ്പനായതുകൊണ്ട് നീ അപ്പനെ സ്നേഹിക്കേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈശോയോട് ചേർന്ന് നിൽക്കുമെന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുക. രണ്ടാമതായി, ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുമെന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കും. എപ്രകാരമാണ് ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുന്നത്? ഈശോയെ മറ്റുള്ളവർക്ക് കൊടുക്കുക, മറ്റുള്ളവരെ ഈശോയിലേക്ക് കൂട്ടിക്കൊണ്ടുവരിക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ 2 ഉടമ്പടികളിൽ മറ്റുള്ളതെല്ലാം ഉണ്ടെന്നേ. ഞാൻ വിശുദ്ധിയിൽ ജീവിക്കുമെന്ന്, ഞാൻ സ്നേഹത്തിൽ ജീവിക്കുമെന്ന്, ഞാൻ ഈശോയുടെ വചനങ്ങൾ അനുസരിച്ച് ജീവിക്കുമെന്നൊക്കെയുള്ള മറ്റുള്ള കാര്യങ്ങളെല്ലാം, മറ്റുള്ള എല്ലാ ഉടമ്പടികളും ഈ ഉടമ്പടിയിലുണ്ട്. ഞാൻ ഈശോയോട് ചേർന്ന് ജീവിക്കുമെന്ന്. ഈശോ അതിനുവേണ്ടിയാ ശിഷ്യരെ വിളിച്ചത്, തന്നോട് ചേർന്ന് ജീവിക്കാനും അയക്കപ്പെടാനും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ചേർന്ന് ജീവിക്കുമ്പോൾ കുറെ കാര്യങ്ങളുണ്ട്. അതിനകത്ത് ആ ഉടമ്പടിയിലുണ്ട്. അയക്കപ്പെടുന്നവർക്കുള്ള ഉത്തരവാദിത്തങ്ങൾ ഈ 2ാമത്തെ ഉടമ്പടിയിലുണ്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അവർക്ക് വിളിച്ച ഈശോയേ, ഈശോയേ. അപ്പൊ അതുകൊണ്ട് അവിലയിൽ ചെന്നിട്ട് അച്ഛൻ മദ്യം ഉപേക്ഷിക്കാൻ പറഞ്ഞില്ലെന്ന് ഒരാളുടെ പരാതിയാണ്. അവിലയിൽ ചെന്ന് പ്രാർത്ഥിച്ചിട്ട് അച്ഛൻ കൂടി നിർത്തണമെന്ന് പറഞ്ഞില്ല. അച്ഛൻ പിന്നെ എന്താ പറഞ്ഞത്? ഈശോയോട് ചേർന്ന് ജീവിക്കണമെന്ന് പറഞ്ഞുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആവിലയിൽ ചെന്നപ്പോ അച്ഛൻ രോഗികളെ ശുശ്രൂഷിക്കാൻ പോകണമെന്ന് പറഞ്ഞില്ല. പിന്നെന്താ പറഞ്ഞത്? ഈശോയ്ക്ക് വേണ്ടി ജീവിക്കണമെന്ന് പറഞ്ഞപ്പോൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആവിലയിൽ ചെന്നപ്പോ അച്ഛൻ എല്ലാ ദിവസവും വചനം വായിക്കണമെന്ന് പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടില്ല. പിന്നെന്താ പറഞ്ഞത്? ഈശോയോട് കൂടെ ജീവിക്കണമെന്ന് പറഞ്ഞത്. ഈശോയോട് കൂടെ ജീവിക്കുന്നതിന്റെ ഭാഗമാണ് പ്രിയപ്പെട്ട ഒരു വചനം വായിക്കാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ.